ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടെ ഇപ്രകാരം ലൈവിൽ വരുവാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ സൗഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ സമയങ്ങളിൽ കർത്താവിൻ്റെ ആത്മാവ് സംസാരിച്ചതൊക്കെയും വ്യക്തിപരമായ ജീവിതത്തിലും ആയിരുന്ന എല്ലാ ഇടങ്ങളിലും അതൊരു അസാധാരണമായ ദൈവപ്രവൃത്തിയായിരുന്നു എന്ന് ഏറെ പേരിൽ നിന്ന് പറഞ്ഞു കേൾക്കുവാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. സർവശക്തനായ ദൈവം കർത്താവ് സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി എന്ന് അറിയുവാനും കഴിഞ്ഞതിൽ വളരെയധികമായിട്ട് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. നിങ്ങളെ ഓർത്ത് സർവശക്തനായ ദൈവത്തിന്റെ മുൻപിൽ പ്രാർത്ഥിക്കുവാൻ നാളിതുവരെ കർത്താവ് സഹായിക്കുന്ന കൃപകളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എന്നോട് വിളിച്ച എല്ലാവരോടും നന്ദി. മെസ്സേജ് അയച്ച് അതിനൊക്കെ മറുപടി തരുവാൻ ഇടയായി തീർന്നതിലും എനിക്ക് സന്തോഷമുണ്ട്. എന്തുകൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത മഹാപ്രവർത്തികളെ ഓർത്ത് ഞാൻ വളരെയധികം കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലായ്പ്പോഴും കർത്താവ് എന്നോട് ലൈവായി സംസാരിക്കുന്നത് കേൾക്കുവാൻ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുപോലെ കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുവാനും ഇതുപോലുള്ള അവസരങ്ങൾ കർത്താവ് ഒരുക്കുന്നതിലും ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ചില ദിവസങ്ങളായി കർത്താവ് എന്നെ വളരെയധികമായി ചിന്തിപ്പിക്കുന്ന ഒരു ദൈവിക ആശയത്തിലേക്കാണ് നമ്മൾ ഈ ദിവസം കടന്നു വന്നിരിക്കുന്നത്. അത് ഈ ദിവസം കൊണ്ട് തീർക്കുന്ന ഒരു ദൈവിക അരുളപ്പാടായിട്ടല്ല, വരുന്ന ദിവസങ്ങളിലും അതിനെ അടിസ്ഥാനമാക്കി പരിശുദ്ധാത്മാവ് എന്നിലൂടെ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് അറിയിക്കുവാൻ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ വളരെയധികമായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കുറെ ദിവസങ്ങളായി കർത്താവ് എന്നെ വളരെയധികമായി ചിന്തിപ്പിക്കുന്ന ആശയം, അതായത് മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ നാളിതുവരെയും മാനവജാതിയെ വിശുദ്ധനെന്നോ അശുദ്ധനെന്നോ കുറഞ്ഞവനെന്നോ കൂടിയവനെന്നോ ചെറിയവനെന്നോ വലിയവനെന്നോ ഒന്നും വ്യത്യാസമെന്നേ മാനവജാതിയെ മൊത്തമായിട്ട് കാർന്ന് തിന്നിട്ടുള്ള അല്ലെങ്കിൽ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭയങ്കര പൈശാചിക പ്രവൃത്തിയാണ്, ഒരു സാധാന്യ വ്യാപാരമാണ് നിരാശ എന്നുള്ളത്. അതായത് നിരാശ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ ആ വ്യക്തിയുടെ അവസ്ഥ ഒരു ഭ്രാന്തമായ ഒരു അവസ്ഥയായിരിക്കും. ഒന്നിനോടും ഒരു താല്പര്യമില്ലായ്മയായിരിക്കും. എല്ലാ തരത്തിലും വളരെ നിരാശജനകമായ, എല്ലാ തരത്തിലും ഒരു സങ്കടകരമായ ഒരു അനുഭവമായിരിക്കും. ഒരു തരത്തിലും ആ വ്യക്തിക്ക് ജീവിച്ചിരിക്കുവാനുള്ള ആ ഒരു സന്തോഷം തോന്നില്ല. തനിക്ക് മുമ്പിലുള്ള എല്ലാത്തിനും നശിപ്പിച്ചു കളയാനുള്ള ഒരു പ്രവണത കടന്നു വരുവാനുള്ള സാധ്യതയുണ്ട്. പല നിലവാരത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ഗണത്തിൽ ബുദ്ധിമാനെന്നോ ബുദ്ധികെട്ട വ്യക്തിയെന്നോ യാതൊരു വ്യത്യാസമെന്നെ എന്ന് പറഞ്ഞാൽ വിശുദ്ധനെന്നുമില്ല അശുദ്ധനെന്നുമില്ല. മനുഷ്യജന്മമെടുത്ത എല്ലാവരോടുമുള്ള അനുഭവത്തിൽ അവരുടെ ജീവിതത്തെ ഒന്നുമില്ലാതാക്കി കളയുവാൻ അതീവ ശക്തമായ ഒരു പ്രവൃത്തിയാണ് നിരാശ എന്ന് പറയുന്നത്. എന്നെ ഭയങ്കരമായി ഞെട്ടിപ്പിച്ച ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, സർവശക്തനായ ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മുൻപോട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ആ വ്യക്തിയുടെ ജീവിതം സ്വർഗമായിരുന്നു. എന്നാൽ എപ്പോഴാണോ ഈ ഒരു സാത്താന്യ ആധിപത്യം അവന്റെ മേൽ ജയമെടുക്കുവാൻ ഇടയായി തീർന്നുവോ അന്നു മുതൽ തലമുറയായി നാളിതുവരെ നാം കണ്ടുവരുന്ന എല്ലാവരിലും ഒരു ഭയങ്കരമായി പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു വല്ലാത്ത ഒരു വ്യാപാര ശക്തിയാണ്. എന്ന് പറഞ്ഞാൽ സാത്താൻ എപ്പോഴാണോ മനുഷ്യനെ തകർത്തത് അന്നേ ദിവസം മുതൽ ഇന്നേ വരെ മാനവജാതിയെ തുടർന്നു പിടിക്കുന്ന ഒരു സംഹാര ശക്തിയാണ് ഈ നിരാശ എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിരാശ കടന്നു വന്നാൽ വളരെ ഭയാനകമാണ്. നിരാശ കടന്നു വന്നാൽ ആ നിരാശയോട് ജീവിക്കുന്ന വ്യക്തിയോടുള്ള ബന്ധത്തിൽ താൻ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം ഭയാനകമായിരിക്കും, വളരെ സങ്കടമുളവാക്കുന്ന പ്രവർത്തികളായിരിക്കും.
എല്ലാ തരത്തിലും ഒരു ഒരു മറ്റുള്ളവർ, നിരാശയുള്ള വ്യക്തി താനും ഭയപ്പെടേണ്ടതായിട്ട് വരും. തന്നെ കാണുന്നവരും ഭയപ്പെടത്തക്ക നിലവാരത്തിലായിരിക്കും. എത്ര സ്നേഹമുള്ള കുടുംബമാണെങ്കിലും, എത്ര സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയാണെങ്കിലും, ഒരു വ്യക്തിക്ക് നിരാശ കടന്നു വന്നാൽ അതിന് പെട്ടെന്നൊരു പരിഹാരമുണ്ടാകുന്നില്ല എങ്കിൽ ആ വ്യക്തിയോട് അടുത്തിടപെടുന്ന വ്യക്തി കൊടുക്കേണ്ടി വരുന്ന വില ചിലപ്പോൾ തന്നെ സ്വജീവനെ പോലും നഷ്ടപ്പെട്ടു പോകുവാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇംഗ്ലണ്ടിലായിരിക്കുന്ന സമയത്ത്, ഞാൻ UK-യിലായിരിക്കുമ്പോൾ അവിടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തോടൊപ്പം ഞാനവിടെ UK-യിൽ ഒരുപാട് കുടുംബങ്ങൾക്കൊപ്പമായിരിക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. അതിൽ പേരെടുത്തോ അഡ്രസ് ഒന്നും പ്രൂഫ് ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടാത്ത ഒരു കുടുംബത്തെക്കുറിച്ച് ഞാൻ പറയുകയാണ്. അപ്പോൾ ആ കുടുംബനാഥനോടുള്ള ബന്ധത്തിൽ പുള്ളിക്കാരന്റെ ജീവിതത്തിൽ ഒരു കടുത്ത നിരാശ കടന്നു വരുവാനിടയായി തീർന്നു. കടുത്ത നിരാശ കടന്നു വന്നിട്ട് താൻ സ്നേഹിക്കുന്ന 3 മക്കളെയും തന്റെ പ്രിയപ്പെട്ടവളെയും കൊന്നുകളയാൻ വേണ്ടി ഇവൻ കാത്തിരിക്കുമ്പോഴാണ് എനിക്ക് ആ വ്യക്തിയെ കാണുവാനിടയായി തീർന്നത്. ആമേൻ. ഞാൻ ആ വ്യക്തിയെ കാണുമ്പോൾ അദ്ദേഹം ഞാൻ ആയിരിക്കുന്ന ഒരു പ്രത്യേക സ്ഥലത്തു നിന്ന് ആ വ്യക്തി താനായിരിക്കുന്ന ഇടത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ഞാൻ ആ വ്യക്തിയിൽ വളരെയധികം മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടായി, വളരെ തന്റെ പ്രത്യാശയെല്ലാം നഷ്ടപ്പെട്ടു പോയി, വളരെ കഠിനമേറിയ ഒരു നിരാശയുള്ള മനുഷ്യനായിട്ട് കാണുവാനിടയായി തീർന്നു. ഞാൻ ആ വണ്ടിയിലിരിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ആമേ, നിന്നിൽ ഞാനൊരു വളരെ പ്രയാസകരമായ എന്ന് പറഞ്ഞാൽ കടുത്ത ഒരു നിരാശ ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. ഉടൻ തന്നെ പുള്ളി പൊട്ടിക്കരയുവാനിടയായി തീർന്നു. അപ്പോൾ അതിനുശേഷമായി എന്നിലൂടെ ദൈവത്തിന്റെ ആത്മാവ് പുള്ളിയുടെ ഭയാനകമായ പ്ലാനുകളെ കർത്താവ് വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. അദ്ദേഹം പറയുകയായിരുന്നു, ഈ പറഞ്ഞതെല്ലാം സത്യമാണ്. എന്റെ ഈ കടുത്ത നിരാശ കൊണ്ട് തന്റെ ഇഹലോക ജീവിതത്തിൽ താൻ സ്നേഹിച്ച ഒരു വ്യക്തിയിൽ നിന്നുണ്ടായ ഒരു തിക്താനുഭവമാണ് തന്നെ കടുത്ത നിരാശയിലേക്ക് കൊണ്ടുപോയത്. താൻ പറയുകയായിരുന്നു, ഇന്നത്തെ ദിവസം എനിക്ക് നിങ്ങളെ കാണുവാൻ കഴിഞ്ഞില്ലായിരുന്നു എങ്കിൽ അടുത്ത മണിക്കൂറുകളിൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെയും എനിക്ക് ദോഷം ചെയ്യാത്ത എൻ്റെ ഭാര്യയും കൊന്നിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു. ഞാൻ ചിന്തിക്കുന്നു, നിങ്ങളൊരു മനുഷ്യനല്ല, കർത്താവായ ക്രിസ്തു നിങ്ങളിലൂടെ വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ കുറെ സമയം കരഞ്ഞു. ഞങ്ങൾ വീട്ടിലേക്കല്ല പോയത്, ഞങ്ങളൊരു പാർക്കിലേക്കാണ് പോയത്. ഞാൻ പറഞ്ഞു, വേറൊരു പാർക്കിലേക്ക്. ഞാൻ ചോദിച്ചു, അടുത്തിടെ വല്ല പാർക്കും എന്തെങ്കിലും ഉണ്ടോ? പുള്ളി പറഞ്ഞ ഉണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ പാർക്കിലേക്കാണ് പോയത്. ഞാൻ പറഞ്ഞത്, ആ ഇംഗ്ലണ്ടിൽ ആയിരിക്കുന്ന ആ വ്യക്തിയോടുള്ള ബന്ധത്തിൽ നല്ല പഠിത്തമുള്ള വ്യക്തിയാണ്, ഉന്നത ജോലിയുള്ള വ്യക്തിയാണ്, ഭാര്യയ്ക്കും ഭർത്താവിനും കൂടെ ഒരു മാസം ഒരു 10-13 ലക്ഷം രൂപ വരുമാനമുണ്ട്. കുഞ്ഞുങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ്, വളരെ നല്ല ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളുടെ ആ മുഖം നോക്കിയാൽ ഒരു ദോഷവും ചെയ്യാൻ തോന്നത്തില്ല. അത്ര പെർഫെക്റ്റ് ആയിട്ട്, അത്ര നല്ല നിഷ്കളങ്ക കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഈ മനുഷ്യന്റെ കടുത്ത നിരാശ നിമിത്തം തനിക്ക് ആ നിരാശയെ, തന്റെ കടുത്ത നിരാശയെ തനിക്ക് നിയന്ത്രിക്കുവാൻ പറ്റാത്തതുകൊണ്ട്, അതിൽ നിന്ന് പുറത്തു വരുവാൻ തനിക്ക് പറ്റാത്തതുകൊണ്ട് താൻ തന്റെ 3 കുഞ്ഞുങ്ങളെയും കൊന്ന് തന്റെ ഭാര്യയും കൊന്ന് ആത്മഹത്യ ചെയ്യുവാനാണ് താൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആമേ, കർത്താവിന്റെ മഹാസ്നേഹത്താൽ ആമൻ ഏതാണ്ട് ഒരു 3 ദിവസത്തെ ഒരു പ്രോഗ്രാമിനോടുള്ള ബന്ധത്തിലാണ് ഞാൻ ആ ഭാഗത്തേക്ക് താൻ കൂട്ടിക്കൊണ്ടു പോയതെങ്കിലും കുറച്ചധികം ദിവസം തന്നോടൊപ്പം ആയിരിക്കുവാൻ, ഞാൻ ഇംഗ്ലണ്ടിലായിരിക്കുന്ന സമയം കുറച്ചധികം സമയം പുള്ളിക്കാരനോടുകൂടെ ആയിരിക്കാനുള്ള അവസരം എന്റെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി. ഞാൻ പറഞ്ഞത്, ഞാൻ ഏറ്റവും സന്തോഷവാനായി, എത്രയും ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി അവരെ ദൈവത്തിനു മഹത്വമായി വേർതിരിക്കുവാൻ, അല്ലെങ്കിൽ എത്രയും സന്തോഷമുള്ളവരാക്കി തീർക്കുവാൻ എനിക്ക് ആ ദിവസങ്ങളിൽ ദൈവം എന്നെ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇന്നും അവരെത്രയും അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് അവിടെ ജീവിക്കുന്നുണ്ട്. ആമേൻ. ആ കുഞ്ഞുങ്ങൾ ഒക്കെ വളർന്നു വലുതായി. ആമേൻ. ആ ഒരു കുഞ്ഞ് ഏതാണ്ട് US ഡോക്ടറായിട്ട് അവിടെ ആയിരിക്കുന്നു കുടുംബമായിട്ട്. ഒരാള് ഓസ്ട്രേലിയയിലായിരിക്കുന്നു, ഒരാൾ കാനഡയിലായിരിക്കുന്നു. അവർ ഫാമിലിയായിട്ട് അവിടെ വളരെ സന്തോഷത്തോടുകൂടെ ആയിരിക്കുന്നു. ഞാൻ എന്തുകൊണ്ടിത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ആമേൻ, നിരാശ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ
ആ വ്യക്തിയെ മാത്രമല്ല, ആ വ്യക്തിയുമായിട്ട് ഇടപെടുന്നവരെയും നശിപ്പിച്ച് നാമാവശേഷമാക്കി കളയും. എന്റെ ഇഹലോക ജീവിതത്തിൽ എനിക്ക് 10,000-കണക്കിന് നിരാശയുള്ള വ്യക്തികളെ കാണാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ നിരാശയുള്ള വ്യക്തികളായിരുന്ന സ്ഥാനത്തുനിന്ന് എനിക്ക് അവരെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം എന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്നത്തെ ദിവസം കർത്താവിന്റെ ആത്മാവിനെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം, ഇവിടെ യാതൊരു മനുഷ്യനും എന്ന് പറഞ്ഞ് അവൻ വലിയ വിശുദ്ധനാണോ, പരിശുദ്ധയാണോ, വലിയ സംഭവമാണോ, ഇനി ഒന്നുമില്ലാത്ത അവസ്ഥയാണോ എന്നൊന്നും ഈ സാത്താന്യ അധികാരം നോക്കാറില്ല. ഏത് നിലവാരത്തിലും ഒരു വ്യക്തിയെ അവസാനിപ്പിച്ച് കളയുവാനുള്ള അവന്റെ അവസാനത്തെ തന്ത്രം ഉപയോഗിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുവാനിടയായി തീർന്നു. ജീവിതത്തിൽ നിരാശയ്ക്ക് സ്ഥാനം കൊടുത്ത് മുൻപോട്ട് പോയാൽ ആ വ്യക്തിയുടെ ജീവിതം ഭൂമിയിൽ നരകതുല്യമായിരിക്കും. ആ വ്യക്തിയുമായിട്ട് അടുത്തിടപെടുന്ന വ്യക്തിക്കും നരക ജീവിതമല്ലാതെ, നരക അനുഭവങ്ങളല്ലാതെ വേറൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം മുതൽ, ഞാൻ വരുന്ന ദിവസങ്ങളിൽ ചില ദിവസങ്ങൾ ഞാൻ ഈ വിഷയത്തെ അടിസ്ഥാനമാക്കി ഞാൻ ലൈവിൽ വരും. സർവശക്തനായ ദൈവം എന്നെ കുറിച്ച് അത് ആഗ്രഹിക്കുന്നു. കാരണം ഭയാനകമായ നിലവാരത്തിൽ സാത്താൻ ചില വ്യക്തികളെ, ചില കുടുംബങ്ങളെ തകർത്ത് തരിപ്പണമാക്കി വെച്ചിരിക്കുകയാണ്. അത് നിമിത്തമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഭയങ്കരമാണ്. ആത്മീയർക്ക് പോലും പരസ്പരം ഞങ്ങൾ ആത്മീയരാണെന്ന് തിരിച്ചറിയാതെ വണ്ണം എന്ത് ദോഷവും ചെയ്യുവാനുള്ള നിലവാരത്തിൽ അവർ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ആത്മീയ നേതാക്കന്മാരെന്ന് പറയുന്ന വ്യക്തികൾ പോലും, അല്ലെങ്കിൽ ആത്മീയത്തിൽ അങ്ങേയറ്റം നിലനിൽക്കുന്ന വ്യക്തികളെന്ന് പറഞ്ഞാൽ പോലും, അവർക്കുണ്ടാകുന്ന ചില തിക്താനുഭവങ്ങൾ നിമിത്തം, അവർക്കുണ്ടാകുന്ന നിരാശകൾ നിമിത്തം അവർക്ക് കീഴിലുള്ള ആയിരക്കണക്കിന് വ്യക്തികളെ പോലും ഓർക്കുവാൻ കഴിയാതെ വണ്ണം എന്ത് ദുഷ്ടതയ്ക്കും അവര് ഒരു മുഖാന്തരമായി തീരുകയാണ്. കേസിന് പോണോ, വഴക്കിന് പോണോ, വെട്ടണോ, കുത്തണോ, കൊല്ലണോ, ഞാനല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന്റെ ലീഡറാണ്, ഒരു വലിയ സംഭവമാണ് എന്നൊന്നും ഇവർക്ക് ചിന്തിക്കുവാൻ പോലും പറ്റാതെ വണ്ണം അവർക്കുണ്ടായ നിരാശ നിമിത്തം, അല്ലെങ്കിൽ അവരുടെ പിന്നിൽ പ്രവർത്തിച്ച ഈ സാത്താന്യ വ്യാപാരം നിമിത്തം അവർ എന്ത് മഹാദോഷവും ചെയ്യുവാൻ നിർബന്ധിക്കപ്പെടുകയാണ്. അതുകൊണ്ട് അങ്ങേയറ്റത്തെ വലിയ പുള്ളിയാന്ന് പറഞ്ഞാലും ശരി തന്നെയാണ്. നിരാശ ജീവിതത്തിലുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതവും വളരെ സങ്കടകരമായിരിക്കും. ആ വ്യക്തിയോട് അടുത്തിടപെടുന്ന വ്യക്തികളോടുള്ള ബന്ധത്തിലും അവർക്കും ഏറ്റവും വളരെ നിരാശജനകമായ, സങ്കടകരമായ അനുഭവങ്ങൾ മാത്രമേ കൊടുക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ ചിന്താവിഷയം ഞാനൊരു നോട്ടീസ് ചെയ്തിരുന്നു. അതിൽ കൊടുത്തിരുന്നത് ഇങ്ങനെയാണ്: അതായത് ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. മാത്രമല്ല, കൊടുത്തിരുന്ന ഒരു വാക്യം ഇതാണ്: ബുദ്ധിമുട്ടുള്ളവരെങ്കിലും നിരാശപ്പെടുന്നില്ലെന്നാണ്. ഇന്ന് നോട്ടീസ് ചെയ്തിരുന്ന ബൈബിൾ വാക്യമാണ്: ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. ആകത്തുക ഒരു ചോദ്യമാണ്. നിങ്ങൾ ആ നോട്ടീസിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത്, നിരാശയ്ക്ക് പിന്നിൽ സാത്താന്യാധിപത്യമോ? ഇന്നത്തെ ദിവസം ചിന്തിക്കുന്ന ചിന്താവിഷയം ഇതാ: നിരാശയ്ക്ക് പിന്നിൽ സാത്താന്യാധിപത്യമാണോ എന്നാണ്. അതിന് മറുപടിയാണ് അനേക വ്യക്തികളുടെ ജീവിതം നമ്മളോട് പറയുവാൻ പോകുന്നത്. അതായത്, നിരാശയ്ക്ക് പിന്നിൽ നിന്റെ ബുദ്ധിമണ്ഡലം ഏതെങ്കിലും നിലവാരത്തുള്ള പ്രവർത്തികളോ, ആരെങ്കിലും ചെയ്ത ദോഷങ്ങളോ, എന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങളോ മറ്റൊന്നുമല്ല. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു സാത്താന്യാധിപത്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇത് കേൾക്കുന്നവർ, അതുപോലെ വരും മണിക്കൂറുകൾ കേൾക്കാൻ പോകുന്നവരോടുള്ള ബന്ധത്തിൽ എന്റെ കർത്താവ് തന്റെ ആത്മാവിനാൽ എനിക്ക് തരുന്നൊരു കാഴ്ചപ്പാടുണ്ട്. അനേക പ്രിയപ്പെട്ടവർ അവർ അഭിമുഖീകരിക്കുന്ന നിരാശ, അത് ചെറുതാണെങ്കിലും ശരി, വലുതാണെങ്കിലും ശരി, അതിൽ നിന്നെല്ലാം പുറത്തു വരുവാൻ പോകുകയാണ്. നിരാശകൾക്ക് പിന്നിലുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശുഭകരമായി സംഭവിക്കില്ലെന്ന് തോന്നുന്ന ഇടത്തു നിന്നാണ് നിരാശ നമ്മളെ പിടികൂടുന്നത്. എന്ന് പറഞ്ഞാൽ ശുഭകരമായിട്ട് മുൻപോട്ട് പോകുവാൻ കഴിയില്ല, സന്തോഷകരമായിട്ട് മുൻപോട്ട് പോകുവാൻ കഴിയില്ല. കുടുംബ ജീവിതത്തിലൊരു പോരായ്മ കടന്നു വന്നു, എന്റെ പഠിത്തം പരാജയപ്പെട്ടു, ഉദ്ദേശിച്ച ജോലി കിട്ടിയില്ല, അല്ലെങ്കിൽ എന്റെ കുടുംബ ജീവിതം നേരെ പോകുന്നില്ല, അല്ലെങ്കിൽ എന്റെ ബിസിനസ് നേരെ പോകുന്നില്ല, അല്ലെങ്കിൽ ഞാൻ വിശ്വസിച്ച വ്യക്തി എന്നെ വഞ്ചിച്ചു, അല്ലെങ്കിൽ എന്റെ യാത്ര തടസ്സപ്പെട്ടു, അല്ലെങ്കിൽ എനിക്ക് കടഭാരമാണ്,
അല്ലെങ്കിൽ എനിക്ക് വീടില്ല, അല്ലെങ്കിൽ എനിക്ക് സ്വത്തില്ല, അല്ലെങ്കിൽ എനിക്ക് ആരോഗ്യമില്ല, എനിക്ക് സൗന്ദര്യമില്ല, എനിക്ക് ശാരീരികമായിട്ട് ബലമില്ല, അതുപോലെ പല കാരണങ്ങളാൽ എന്റെ കുടുംബ ജീവിതത്തിൽ പരാജയമാണ്, എന്റെ മക്കളുടെ ജീവിതത്തിൽ പരാജയമാണ്, ഞാൻ ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ മക്കൾ മുൻപോട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ കുടുംബം മുൻപോട്ട് പോകുന്നില്ല, സ്നേഹിച്ച വ്യക്തികൾ എന്നെ വഞ്ചിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റു നിലവാരത്തിൽ തകർക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ പോകുന്നു വലിയ ഒരു കൂട്ടം വിഷയങ്ങൾ. എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പറഞ്ഞാൽ തീരാത്ത അത്രയും പ്രശ്നങ്ങളുടെ ഒരാകത്തുകയിൽ നിന്നുണ്ടാകുന്നതാണ് ഈ നിരാശ എന്ന് പറയുന്നത്. അതായത് ഒരിക്കലും എനിക്ക് പുറത്തു വരുവാൻ കഴിയില്ല, എനിക്ക് വിടുതൽ പ്രാപിക്കുവാൻ കഴിയില്ല, എനിക്ക് സന്തോഷം പ്രാപിക്കുവാൻ കഴിയില്ല, എന്റെ ജീവിതം നാശയോഗ്യമായി തീർന്നു, എന്റെ ഭാവി തകർന്നു, എന്റെ കുടുംബം തകർന്നു, എന്റെ കുഞ്ഞുങ്ങൾ തകർന്നു, പലതും വഴിയാധാരമായി കഴിഞ്ഞു, പല നിലവാരത്തിലുള്ള സങ്കടങ്ങൾ ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്, എല്ലാ തരത്തിലും ഞാൻ നശിച്ചു നാമാവശേഷമായി. നാളെ ഇന്ന വ്യക്തി വന്നതിനെ ചീത്ത വിളിക്കാൻ പോവുക, അല്ലെങ്കിൽ എനിക്ക് പൈസ കൊടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ വീട് വന്ന് ബാങ്കുകാർ കൊണ്ടുപോകാൻ പോവുകയാണ്, അല്ലെങ്കിൽ വേറെ നിലവാരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോവുകയാണ്, ശുശ്രൂഷയിൽ മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല, ജീവിതത്തിൽ കടന്നു വന്ന പരാജയം നിമിത്തം എനിക്ക് അങ്ങോട്ട് എഴുന്നേറ്റ് വരുവാൻ കഴിയുന്നില്ല, പല രീതിയിലുള്ള തകർച്ചകളാണ്. ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു ശക്തി, അത് സാത്താന്യാധിപത്യമാണ്, പൈശാചിക മണ്ഡലമാണ്. പിശാച് ഒരു വ്യക്തി സന്തോഷത്തോടെ മുൻപോട്ട് പോകാതിരിക്കുവാൻ, ആ വ്യക്തിക്ക് മുൻപിലുള്ള എല്ലാ നല്ല സാഹചര്യങ്ങളെയും തകർത്ത് കളഞ്ഞിട്ട്, എല്ലാം നശിപ്പിച്ചിട്ട്, ആ വ്യക്തി ഒരു ഇരുണ്ടറയിലാക്കി വെച്ചിട്ട്, ഒരു നരകതുല്യമാക്കി വെച്ചുകൊണ്ട്, സങ്കടപ്പെടുത്തുന്ന നിലവാരത്തിൽ എല്ലാം പ്രതികൂലമാക്കിക്കൊണ്ട് ആ വ്യക്തിയെയും ആ വ്യക്തിയിൽ ആശ്രയിക്കാൻ പോകുന്ന വ്യക്തികളെയും ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധമുള്ള വ്യക്തികളെയും എല്ലാ തരത്തിലും നാശയോഗ്യമാക്കി തീർക്കുന്ന ഒരു പൈശാചിക പ്രവൃത്തി നിമിത്തം ഉണ്ടായി വരുന്ന ഒരു സങ്കടകരമായ അവസ്ഥയാണ് നിരാശ എന്ന് പറയുന്നത്. എന്നാൽ സർവശക്തനായ ദൈവം ഇന്ന് രാത്രി എന്നെ ബോധ്യപ്പെടുത്തുന്നു, എന്റെ പ്രിയപ്പെട്ടവരുടെ ബന്ധത്തിൽ വരും മണിക്കൂറുകൾ പ്ലാറ്റ്ഫോമിൽ എല്ലാവരും ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ വരും മണിക്കൂറുകളിൽ ഈ ദൈവത്തിന്റെ അരുളപ്പാട് ഷെയർ ചെയ്ത് കേൾക്കപ്പെടാൻ പോകുന്ന എന്റെ പ്രിയപ്പെട്ടവരും കൃത്യമായി വ്യക്തമായി പറയുകയാണ്, നീ ആയിരിക്കുന്ന ഏത് സ്ഥാനത്തു നിന്നും, നീ അനുഭവിക്കുന്ന എത്ര വലിയ സങ്കടത്തിൽ നിന്നും, ഇന്ന് രാത്രി ഈ സമയം മുതൽ, ഈ ദൂത് കേൾക്കുന്ന സമയം മുതൽ ആ നിരാശയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരുവാൻ കഴിയും. എന്റെ ഇഹലോക ജീവിതം എന്നെ പഠിപ്പിച്ച കാര്യങ്ങളിൽ ഒന്ന്, എത്ര കാഠിന്യമേറിയ നിരാശ സാത്താൻ കൊണ്ടുവന്നാലും, അത് എത്ര വർഷങ്ങൾ നിലനിൽക്കുന്നതാണെങ്കിലും, എത്ര ഭയാനകമാണെങ്കിലും, അതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയുമെന്നാണ് എന്റെ ഇഹലോക ജീവിതം എന്നെ പഠിപ്പിച്ചത്. മാത്രമല്ല, എന്റെ അടുക്കൽ നിരാശ കൊണ്ട് തകർക്കപ്പെട്ട ഒരൊറ്റ വ്യക്തി പോലും ആ തകർച്ചയിൽ തുടരുവാൻ എന്നെ കാണുമാറാക്കിയ എന്റെ ദൈവം പിന്നെ അനുവദിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ പിന്നെയും നിരാശകളോ സങ്കടകര അനുഭവങ്ങൾ വന്നിട്ടില്ലെന്നല്ല, വന്നാൽ പോലും അതിന് കൃത്യമായ പരിഹാരം കൽപ്പിച്ച് മുൻപോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം എന്നെ ഉപയോഗിക്കുന്നത് കൊണ്ട് അവിടെ കടുത്ത നിരാശയിൽ നിന്ന്, സങ്കടമുളവാക്കുന്ന അനുഭവത്തിൽ നിന്ന് അവര് പുറത്തു വന്ന് ജീവിക്കുവാൻ എന്റെ ദൈവം വളരെ രാജ്യങ്ങളിലായിട്ട്, എന്റെ സ്വന്തം രാജ്യത്തിലായിട്ട് ഇടയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എല്ലാം ലോകപ്രകാരം എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നിരാശയില്ല എന്ന്? അനേക യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് അനേക കോടിക്കണക്കിന് നിക്ഷേപമുള്ള ഇഷ്ടംമാതിരി സ്വത്തുക്കളുള്ള, ലോകപ്രകാരം വേറെ പല നിലവാരത്തിലുള്ള ഒരു 100-ലധികം തലമുറയ്ക്ക് ഉപയോഗിച്ചാലും തീരാത്ത അത്രയും കോടികളുടെ നിക്ഷേപമുള്ള അനേക വ്യക്തികൾ, അനേക അനുഭവങ്ങളിൽ, അനേക രാജ്യങ്ങളുള്ളവർ എനിക്ക് നന്നായിട്ട് എനിക്കറിയാം. പക്ഷേ അവര് ഫേസ് ചെയ്യുന്ന നിരാശജനകമായ അവസ്ഥയ്ക്ക് ഇവരുടെ കോടികളോ വസ്തുവോ കൊട്ടാരം പോലത്തെ വീടോ സൗന്ദര്യമോ മറ്റു ബുദ്ധിശക്തിയോ ഒന്നും അവർക്ക് പര്യാപ്തമല്ല എന്ന് നാളിതുവരെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഈ നിരാശയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു പൈശാചിക മണ്ഡലമാണ്. ആ പൈശാചിക മണ്ഡലത്തെ തകർത്തു മാറ്റി മുൻപോട്ട് പോകുന്നില്ല എങ്കിൽ കോടികൾക്കും രക്ഷപ്പെടുത്താൻ പറ്റില്ല, വസ്തുസ്വത്തുകൾക്കും രക്ഷപ്പെടുത്താൻ പറ്റില്ല, നിന്റെ കുടുംബ മഹിമയ്ക്കും രക്ഷപ്പെടുത്താൻ പറ്റില്ല, ജീവിതത്തിലുള്ള യാതൊന്നിനും രക്ഷപ്പെടുത്തുവാൻ പറ്റത്തില്ല. ഈ സാത്താന്യാധിപത്യം ഇല്ലായ്മ വരുത്തിക്കളയും.
അത് തകർത്ത് തരിപ്പണമാക്കി കളയും, അത് നശിപ്പിച്ചു കളയും. നിങ്ങൾ ചിന്തിക്കണം, ഈ അടുത്ത സമയത്ത് ആത്മഹത്യ ചെയ്യുന്ന 99% വ്യക്തികളോടുള്ള ബന്ധത്തിലും അവർ ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണം കടുത്ത നിരാശയാണ്. നിനക്കിന് ജീവിച്ചിരിക്കുവാൻ പറ്റത്തില്ല എന്ന് സാത്താൻ അവരെ കൊണ്ടെത്തിച്ചിട്ട് അവരെ ആത്മഹത്യ ചെയ്യുമാറാക്കുന്നു. പറ്റുമെങ്കിൽ അവരെ കൊണ്ട് അനേക വ്യക്തികളെ കൊന്ന് കുടിച്ചു മൂടിയിട്ടാണ് പോകുവാൻ കൂടെ ഇടയായിത്തീരുന്നത്. അപ്പോൾ കടുത്ത നിരാശ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുവദിച്ചു കൊണ്ടിരുന്നാൽ ആ വ്യക്തിയുടെ ജീവിതം ഒരുതരം ഭ്രാന്തമായിരിക്കും, വളരെ സങ്കടമുളവാക്കുന്നതായിരിക്കും, വളരെ വേദനീയമായിരിക്കും. അതിൽ നിന്ന് ആ വ്യക്തി പെട്ടെന്ന് പുറത്തു വരുന്നില്ലെങ്കിൽ, അവരുമായിട്ട് ബന്ധമുള്ളവരെ പുറത്തു കൊണ്ടുവന്നില്ലെങ്കിൽ അവർ കൊടുക്കേണ്ടി വരുന്ന വില ഭയങ്കര വലുതായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ നിരാശയുടെ കാഠിന്യമേറിയ അവസ്ഥയിൽ മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തി, അവനെ അത്ര വിശേഷമായി സ്നേഹിക്കുന്ന വ്യക്തികളാണ് തനിക്ക് മുമ്പിലുണ്ടെന്ന് പറഞ്ഞാലും ആ വ്യക്തിയെപ്പോലും കൊന്നു കുടിച്ചു മൂടുവാൻ അവിടെ നിരാശയ്ക്ക് ശക്തി ഉണ്ടായിരിക്കും. അവിടെ നിരാശ പ്രവൃത്തി ചെയ്യിപ്പിക്കും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം സർവശക്തനായ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അതായത് നിരാശയിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. അപ്പോൾ ഇന്നത്തെ ദിവസം ചിന്ത നിങ്ങൾ മറക്കരുത്. നിരാശയ്ക്ക് പിന്നിൽ സാത്താന്യാധിപത്യമോ? അതെ, ഈ നിരാശയ്ക്ക് പിന്നിൽ സാത്താന്യാധിപത്യമാണ്. ഞാൻ ഇന്നത്തെ ദിവസം ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ വേഗത്തിൽ പ്രാർത്ഥിക്കുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നുണ്ട്. ഓക്കെ, ഇത് തുടർമാനമായി ഇതിന്റെ പോഷൻ നിങ്ങൾക്ക് കേൾക്കുവാൻ, അതായത് ഈ നിരാശയിൽ നിന്ന് പുറത്തു വരുവാൻ സർവശക്തനായ ദൈവം ഏറെ പേരെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ കുറച്ച് മിനിറ്റുകൾ ഈ പ്ലാറ്റ്ഫോമിലായിരുന്നു കൊണ്ട് നിങ്ങളോട് ദൈവത്തിന്റെ അരുളപ്പാട് പറഞ്ഞാൽ അത് തീരുന്ന ഒരു സംഗതിയല്ല. അതുകൊണ്ട് നിങ്ങൾ തുടർമാനമായി കേൾക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ മറക്കണ്ട, ഇന്നത്തെ ചോദ്യത്തിന്റെ ഒരു മറുപടിയാണ്, നിരാശയ്ക്ക് പിന്നിൽ സാത്താന്യാധിപത്യമോ? നാളിതുവരെ നിരാശകളെ എന്തെങ്കിലും ഓമന പേരിൽ കണ്ടിട്ടുണ്ടെങ്കിൽ, അതിനെ നിസ്സാരമായി കണ്ടിട്ടുണ്ടെങ്കിൽ, അതിനെ ഒരു വലിയ സംഭവമായി കാണാതിരുന്നുവെങ്കിൽ, അതിനെ താലോലിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കുന്നു എങ്കിൽ എത്രയും സങ്കടകരമായ നിലവാരത്തിലുള്ള വില കൊടുക്കേണ്ടി വരും. എന്നാൽ ഇന്നത്തെ ദിവസം മുതൽ സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നത് നീ നിരാശയോടെ ജീവിക്കുന്നില്ല. നിരാശയോടെ കൂടെ ജീവിക്കേണ്ട ആവശ്യമില്ല. നിരാശയിൽ നിന്ന് സ്വർഗം പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തിയ കുറിവാക്യം മറക്കണ്ട. ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. ആ നിലവാരത്തിലേക്ക് നമുക്ക് വളരെ വിശേഷമായിട്ട് ഭിന്നതയിൽ ചിന്തിച്ചുകൊള്ളാം. എന്നാൽ ഇന്ന് രാത്രി അതിനകത്ത് കൊടുത്തിരുന്ന നോട്ടീസ് ചെയ്തിരുന്ന ഒരു വാക്യം ചിന്ത ഇതായിരുന്നു, നമ്മുടെ നിരാശകൾക്ക് പിന്നിൽ സാത്താന്യാധിപത്യമോ? സാത്താന്യാധിപത്യം എന്നാണ് ഒരു മനുഷ്യൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതായത് ബൈബിളിൽ ഏറ്റവും അധികം സാത്താന്റെ പ്രവൃത്തിയാൽ ഏറ്റവും അധികം നിരാശപ്പെട്ട ഒരു മനുഷ്യനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താം. അത് ഇയ്യോബ് എന്നാണ്. ഇയ്യോബ് എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ അവനെപ്പോലെ വിശുദ്ധനായ ഒരു മനുഷ്യൻ ഭൂമിയിലില്ല. അവനെപ്പോലെ ദോഷം വിട്ട് അകലുന്ന ഒരു മനുഷ്യൻ ഭൂമിയിലില്ല. അവനെപ്പോലെ നിഷ്കളങ്കനായ കളങ്കമറ്റൊരു മനുഷ്യൻ ഭൂമിയിലില്ല. അവനെപ്പോലെ ഏറ്റവും നിശേഷിക്കപ്പെട്ട ഒരു മനുഷ്യൻ ഭൂമിയിലില്ല. സർവശക്തനായ ദൈവം നോക്കിയപ്പോൾ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കുന്ന ഇയ്യോബ് എന്ന് പറയുന്ന വ്യക്തിയെപ്പോലെ ഒരുത്തൻ ഭൂമിയിലില്ല. അത്രയ്ക്ക് വളരെ വിശുദ്ധമായി വിശുദ്ധിയുടെ പൂർണ്ണതയിൽ അങ്ങേയറ്റം മഹത്വത്തോടുകൂടെ ജീവിച്ച വ്യക്തിയാണ് ഇയ്യോബ് എന്ന് പറയുന്നവൻ. നമ്മുടെ ഇഹലോക ജീവിതമെന്നും എത്ര വലിയ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാലും എത്ര വലിയ വ്യക്തി എന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഇത്രയും പെർഫെക്റ്റ് ടൈപ്പ് ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഈ ഇയ്യോബിന്റെ ജീവിതത്തിൽ സാത്താന്റെ ആധിപത്യം കടന്നു വന്നപ്പോൾ അവന്റെ ജീവിതം വളരെ നിരാശജനകമായിരുന്നു. ഇന്നത്തെ ദിവസം ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്നവരും ശേഷം കേൾക്കുവാൻ പോകുന്നവരുമായ എന്റെ പ്രിയപ്പെട്ടവരുടെ കർത്താവിന്റെ ആത്മാവ് പറയുകയാ, നീ എത്ര വലിയ വ്യക്തിയാണെങ്കിലും ശരി, ജീവിതത്തിൽ സാത്താന്യാധിപത്യം നിന്നെ നിരാശപ്പെടുത്തുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാകുമ്പോൾ ഇയ്യോബ് പറഞ്ഞതുപോലെ നമ്മളും പറയുവാൻ സാധ്യതയുണ്ട്. ഈ കാലഘട്ടത്തിൽ ആയിരം പ്രിയപ്പെട്ടവരെ
ആമേൻ 10,000 പ്രിയപ്പെട്ടവരെ, എന്നോട് അടുത്തിടപെടുന്ന ഒരു വ്യക്തിയുടെ വിഷയം വേറൊരു വ്യക്തിയോട് എനിക്ക് പറയാൻ പറ്റത്തില്ല. പറയുവാൻ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുകയുമില്ല. ആ നിലവാരത്തിൽ വളരെ സങ്കടമുളവാക്കുന്ന വ്യക്തികളിൽ ഏറെ പേരും ദൈവവചനം കയ്യിലെടുത്തവരും ദൈവമഹത്വമായി ജീവിക്കുന്നവരും ക്രിസ്ത്യാനി എന്ന് പേരെടുത്തവരും എന്നതിനെ ഓർത്ത് എനിക്ക് അങ്ങേയറ്റം ദുഃഖം തോന്നാറുണ്ട്. എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് ഉണ്ടായിരിക്കുന്ന ചില തകർച്ചകൾ ജാതീയമായ വ്യക്തികൾക്കില്ല, ദൈവമായിട്ട് ബന്ധമില്ലാത്തവർക്കില്ല. ബൈബിൾ എടുത്ത കുറെ അധികം പേർക്കുള്ള പ്രശ്നങ്ങൾ, തകർച്ചകൾ, വേദനകൾ, ബുദ്ധിമുട്ടുകൾ ആ ബൈബിൾ എടുക്കാത്ത മനുഷ്യർക്കില്ല. അവർ വളരെയധികം സന്തോഷത്തോടും സമാധാനത്തോടും മുൻപോട്ട് പോകുകയാണ്. അപ്പോൾ അത് ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് വേദപുസ്തകം എടുത്തവർക്ക് മാത്രം ഇത്ര വലിയ പ്രശ്നം? ഒരൊറ്റ വാക്കിൽ ഞാൻ മറുപടി പറയാം. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനല്ല, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു പൈശാചിക മണ്ഡലമാണ്, ഒരു സാധാന്യ മണ്ഡലമാണ്. അതാണ് ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ആത്മാവ് എന്നെ വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്നത്. ആ പൈശാചിക പ്രവർത്തിക്ക് പിന്നിൽ ഇന്ന് രാത്രി ഒരു അസാധാരണമായ ദൈവവിടുതൽ സാധ്യമായി വരുവാൻ പോകുകയാണ്. കർത്താവിനെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാ, അതായത് ഇവിടെ ഇതാ എത്രയും അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധിക്ക് സ്ഥാനം ഒന്നുകൊടുത്ത് ജീവിക്കുന്ന, ദൈവത്തിന്റെ കൽപ്പനകളൊക്കെ ദൈവം ഇഷ്ടപ്പെടുന്ന നിലവാരത്തിൽ കൃത്യതയോടെ ജീവിക്കുന്ന ഇവനെ തകർക്കുവാൻ സാത്താൻ ഇടയായി തീർന്നപ്പോൾ അവൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ ഇത് തന്നെ മാസങ്ങളോളം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. കാര്യം ഓരോ വാക്കിനകത്തും എന്ന് പറഞ്ഞാൽ സാത്താൻ ഇവനെ തകർത്ത് തരിപ്പണമാക്കി, അവന്റെ കുടുംബത്തെയും തകർത്ത് തരിപ്പണമാക്കി, അവന്റെ തലമുറകൾ മരിക്കുവാൻ അവസരമുണ്ടാക്കി, അവന്റെ സമ്പത്തെല്ലാം നശിച്ച് നാമാവശേഷമായി. അവന് വളരെ സന്തോഷമുള്ള സ്നേഹിതന്മാര് പോലും എല്ലാ തരത്തിലും അവൻ എതിരായി തീർന്ന് അവനൊറ്റപ്പെട്ടവനായി നശിച്ച് നാമാവശേഷമായി. അവന്റെ ഭാര്യയെ അവനോട് തള്ളിപ്പറഞ്ഞിട്ട് വിട്ടുമാറി. ലോകപ്രകാരം നഷ്ടപ്പെടാനൊന്നുമില്ല. ആ നിലവാരത്തിൽ തകർന്ന് തരിപ്പണമായ, നശിച്ച് നാമാവശേഷമായ ഈ വ്യക്തിയുടെ നിരാശയുളവാക്കുന്ന വാക്കുകൾ സർവ മനുഷ്യരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ്. അതിന്റെ അവസാനം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ സാത്താന്യ ആധിപത്യം കടന്നുകൂടി ഇവനെ നശിപ്പിച്ചതിന് ശേഷം ദൈവത്തിന്റെ വിടുതൽ അവൻ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ എന്തുമാത്രം ദൈവികമായി പ്രത്യേകത ഉള്ളവനായി ജീവിച്ചുവോ അതിനേക്കാളും ഇരട്ടി വിശേഷിക്കപ്പെട്ടവനായി തീർന്നു. അവന്റെ ജീവിതം ഇരട്ടി ജീവിതം ലഭിക്കുവാനിടയായി, സമ്പത്ത് ലഭിക്കുവാനിടെ, കുടുംബം എല്ലാം ഇരട്ടിയായി തന്നെ ലഭിക്കുവാനിടയായി തീർന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുകയാ, വേദപുസ്തകം കയ്യിലെടുത്ത ഒരു ദൈവ പൈതൽ എന്നുള്ള അഡ്രസ് വെച്ചുകൊണ്ട് നടക്കുന്ന, യേശുവെന്ന് ഒരിക്കലെങ്കിലും വിളിച്ചിട്ടുള്ള, ദൈവമെന്ന് ഒരിക്കലെങ്കിലും വിളിച്ചിട്ടുള്ള, വേദപുസ്തകത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചിട്ടുള്ള, വേദപുസ്തകം അനുസരിച്ച് മുൻപോട്ട് പോകുവാൻ ഇഷ്ടപ്പെട്ട സർവ വ്യക്തികളോടുള്ള ബന്ധത്തിൽ നിന്നെ അഭിമുഖീകരിക്കുന്ന, നിന്നെ തകർത്ത് തരിപ്പണമാക്കി വെച്ചിരിക്കുന്ന ആ നിരാശയിൽ നിന്ന് നിരാശയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ദൈവമല്ല, ഈ സാത്താന്യാധിപത്യമാണ്. നിങ്ങൾ മറക്കണ്ട, ചോദ്യം മറക്കണ്ട. നിരാശയ്ക്ക് പിന്നിൽ സാത്താന്യാധിപത്യമോ? ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരു കാര്യമാണ്, അതേ സാത്താന്യാധിപത്യമാണ്. എന്റെ ഇഹലോക ജീവിതം ഞാൻ കാണുന്ന 1000 വ്യക്തികളെക്കാളും ഏറെ നിരാശജനകമായിരുന്നു. എന്നാൽ മാനുഷികമായിട്ട് എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കുവാൻ പറ്റാത്ത അവസരങ്ങൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ സർവശക്തനായ ദൈവത്തിന്റെ മുൻപിൽ 1000 വ്യക്തികളുടെ നിരാശജനകമായ അനുഭവങ്ങളെ അഭിമുഖീകരിച്ച് ജീവിക്കേണ്ടി വന്നപ്പോൾ ഞാൻ ഈ സർവശക്തനായ ദൈവത്തിന്റെ പരിശുദ്ധ മുഖത്തേക്ക് നോക്കുവാൻ, ദൈവത്തിൽ ആശ്രയിക്കുവാൻ ഇടയായി തീർന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ ഒരു കാര്യമുണ്ട്. എന്റെ ഇഹലോക ജീവിതം എന്നെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. നിരാശയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് സർവശക്തനായ ദൈവത്തിന്റെ ആത്മാവല്ല, അല്ലെങ്കിൽ വേറെ യാതൊരു വിധമായ
കാര്യമില്ല. ഈ ലോകത്തെ ഭരിക്കുന്ന മാനവജാതികൾ ശത്രുവായി ജീവിക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്, ഒരു സാത്താന്യ മണ്ഡലമുണ്ട്. ആ സാത്താന്യ മണ്ഡലമാണ്, ആ സാത്താന്യാധിപത്യമാണ് സർവ മനുഷ്യരുടെയും നിരാശയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി എന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞു, തിരിച്ചറിഞ്ഞു. അതിൽ നിന്ന് കൃപയാൽ പുറത്തു വരുവാൻ സ്വർഗ്ഗം എനിക്ക് ഭാഗ്യം തന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു അരുളപ്പാട് പറയുവാൻ ഞാൻ നിങ്ങൾക്ക് മുൻപിൽ കർത്താവ് എന്നിലൂടെ സംസാരിക്കാൻ ആഗ്രഹിച്ചത് കൊണ്ട് ഞാൻ ലൈവിൽ വരുവാനിടയായത്. ഇനിയുള്ള നാളുകൾ വളരെ സ്വർഗീയ തുല്യമായിരിക്കുമെന്നൊന്നും എനിക്ക് പ്രത്യാശയൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, നിരാശ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അത് ആര് നിമിത്തമായിക്കോട്ടെ, എങ്ങനെ ആയിക്കൊണ്ട് പോട്ടെ, അത് കഷ്ടനഷ്ടങ്ങൾ നിമിത്തമായിക്കോട്ടെ, അത് ഏത് നിലവാരത്തിലായിക്കോട്ടെ, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരുവനെ ഞാൻ കാണത്തുള്ളൂ. അത് സാത്താന്യാധിപത്യമാണ്. എനിക്ക് പോരാട്ടമുള്ളത് അവനോട് മാത്രമാണ്. അല്ലാതെ അവൻ നിമിത്തം പ്രവർത്തിക്കുന്ന, അവൻ നിമിത്തം നഷ്ടപ്പെട്ടു പോയ, തകർക്കപ്പെട്ട മറ്റ് കാര്യങ്ങളെ ഓർത്തൊന്നും എനിക്ക് നിരാശ തോന്നുവാനുള്ള സാധ്യത കൂടാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. എന്റെ നിരാശയ്ക്ക് പിന്നിൽ ഒരേ ഒരുവനെയുള്ളൂ, അത് സാത്താന്യാധിപത്യമാണ്. അത് മനുഷ്യരിലൂടെയാണെങ്കിലും ശരി, കഷ്ടനഷ്ടങ്ങളിലൂടെയാണെങ്കിലും ശരി, ഏത് നിലവാരത്തിലാണെങ്കിലും ശരി, നിരാശയാണോ കടന്നു വരുന്നത്, അത് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരേ ഒരുവനാണ്, അത് സാത്താന്യാധിപത്യമാണ്. അതാണ് എന്റെ ജീവിതാനുഭവം. വേദപുസ്തകത്തിന്റെ അകത്ത് നിരാശപ്പെട്ട വളരെ പേരുടെ ജീവിതാനുഭവങ്ങളും എന്നെ അതാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരുടെ കൃത്യമായി അനുഭവത്തിൽ നിന്നും കർത്താവിന്റെ ആത്മാവിനാലും ദൈവിക വചനത്താലും എനിക്ക് പറയുവാനുള്ളത്, നിന്റെ നിരാശയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു മനുഷ്യനുമല്ല, ഒരു പ്രതികൂല സാഹചര്യമല്ല, വേറെ ഒന്നുമല്ല. അതിന് പിന്നിൽ നീ സൂക്ഷ്മദൃഷ്ടിയാൽ നോക്കിയാൽ ഒരുവനെ കാണാൻ സാധിക്കും. അതൊരു അന്ധകാര ശക്തിയുടെ വ്യാപാരമാണ്, ഒരു പൈശാചിക മണ്ഡലമാണ്, ഒരു ദുഷ്ടതയുടെ ആധിപത്യമാണ്. നിനക്കും എനിക്കും പോരാട്ടമുള്ളത് ആ പൈശാചിക മണ്ഡലത്തോടാണ്. ആ പൈശാചിക മണ്ഡലത്തെ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ തകർത്ത് മുൻപോട്ട് പോകുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ പദ്ധതി ഇന്ന് രാത്രി മുതൽ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലും തലമുറയായിരിക്കുന്ന രാജ്യങ്ങളിലും നിങ്ങൾ ചെയ്യുന്ന ഓരോ വിഷയങ്ങളുള്ള ബന്ധത്തിലും ആയിരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി ഇന്ന് രാത്രി മുതൽ സാധ്യമായി വരുവാൻ പോകുകയാണ്. നിങ്ങൾക്ക് ഈ ദൂത് കേട്ടതിന് ശേഷവും അത്യാവശ്യം വിളിക്കണം, മെസ്സേജ് അയക്കണം തോന്നിയാൽ നിങ്ങൾക്കത് ചെയ്യാം. എന്റെ ഇഹലോക ജീവിതം 10,000 ഫേസ് ചെയ്യുന്ന നിരാശ കൊണ്ട് തകർച്ച കൊണ്ട് നിറയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അതിൽ നിന്ന് കർത്താവ് എന്നെ എങ്ങനെ വിടുവിച്ചു എന്നും നിങ്ങൾക്ക് എങ്ങനെ വിടുതൽ സാധ്യമായി വരുമെന്നും എനിക്ക് പറഞ്ഞു തരുവാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. സർവശക്തനായ ദൈവത്തിന്റെ മുൻപിൽ ഏറെ സമയം, മണിക്കൂറുകൾ ചെലവഴിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് എന്റേത്. അത് പോയിട്ടുള്ള ചെറിയ സമയം ലഭിക്കുമ്പോൾ ഉറപ്പായിട്ടും കോൾ അറ്റൻഡ് ചെയ്യാനോ നിങ്ങൾക്ക് വേണ്ടി മെസ്സേജിന് മറുപടി തരാനോ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷെ ഒരു കാര്യമാണ് അത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ, കർത്താവ് സ്നേഹിക്കുന്നവരാരും നിരാശ കൊണ്ട് നശിച്ചു പോകരുത്. വേദപുസ്തകം കയ്യിലെടുത്തവർ നിരാശ കൊണ്ട് അവസാനിച്ചു പോകരുത്. അത് സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതിയാ. നിരാശയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു അന്ധകാര മണ്ഡലമുണ്ട്. ഇന്ന് രാത്രി ആ അന്ധകാര മണ്ഡലം, അതിനെ നമ്മൾ ഒരുമിച്ച് തകർക്കാൻ പോകുകയാണ്. ഞാൻ നിങ്ങളോട് ദൈവം ആഗ്രഹിക്കുന്ന അരുളപ്പാട് അറിയിക്കാതിരിക്കുവാൻ, ഈ ഒരു പൈശാചിക മണ്ഡലം എന്തുമാത്രം ശക്തിയോടെ പ്രവർത്തിക്കാമോ അതെല്ലാം തന്റെ കഴിവും പ്രാപ്തിയും അനുസരിച്ച് ചെയ്യും. പക്ഷേ വിജയിക്കുന്നത് ആ പൈശാചിക മണ്ഡലമല്ല, നിങ്ങളോട് സംസാരിക്കുന്ന ഞാനാണ് ജയിക്കുന്നത്. ജയിക്കുവാൻ എനിക്ക് കർത്താവ് തന്റെ കൃപ നൽകി അവൻ ജയം തരുവാനിടയായി തീരും. ഉറപ്പായിട്ടും നാളിതുവരെ ഏറെ വർഷങ്ങളായി ഞാൻ അനുഭവിക്കുന്ന കാര്യമാണ്. എന്റെ കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. അപ്പോൾ നമ്മുടെ നിരാശയ്ക്ക് പിന്നിൽ സാത്താന്യാധിപത്യമോ? സാത്താന്യാധിപത്യം എന്നാണ് ഇയ്യോബ് നമ്മോട് പറയുന്നത്. ഇയ്യോബ് പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ അങ്ങനെ വായിച്ചു വിടാനുള്ള സമയം മാത്രമേ ഉള്ളൂ. ഓരോ വാക്യവും എടുത്ത് വിശദീകരിച്ചുകൊണ്ടിരിക്കാനുള്ള സമയം ഇന്ന് രാത്രിയില്ല. കർത്താവ് അനുവദിക്കുന്നത് പോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇയ്യോബിന് പിന്നിൽ
അവൻ തകരുവാൻ ഒരു സാത്താന്യാധിപത്യം അവന്റെ ലൈഫിൽ കടന്നു വന്നു. നിങ്ങൾ യോബിന്റെ പുസ്തകം 1-2 കൃത്യമായി വായിച്ചാൽ കൃത്യമായിട്ട് തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. സാത്താൻ ഏതെല്ലാം നിലവാരത്തിൽ അവനെ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി അവന്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്നുള്ളത്. നിങ്ങളുടെ ഓരോ തകർച്ചയ്ക്ക് പിന്നിലും നിങ്ങൾ കാണുന്ന ഒരു മനുഷ്യനല്ല, അതിന് പിന്നിൽ ആ മനുഷ്യനിലൂടെയാണെങ്കിലും അദൃശ്യമായിട്ടാണെങ്കിലും ഏത് നിലവാരത്തിലാണെങ്കിലും വേദപുസ്തകം കയ്യിലെടുത്ത വ്യക്തിയാണെങ്കിലോ അല്ലാത്ത വ്യക്തിയാണെങ്കിലോ നിങ്ങളുടെ നിരാശയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു അന്ധകാര ശക്തിയുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികളെ ആമേൻ ഏതെങ്കിലും തരത്തിൽ അപകരിച്ചുകൊണ്ട് ഒതുക്കിക്കൊണ്ട് നിങ്ങളെ നിരാശപ്പെടുത്തി വെച്ചിരിക്കുകയാണോ? നിങ്ങളുടെ സമ്പത്ത് വേറെ ഒരിടത്ത് പോയിട്ട് നിങ്ങൾ നിരാശയിലാണോ? നിങ്ങളുടെ വസ്തു നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിങ്ങൾ നിരാശയാണോ? നിങ്ങൾ പല നിലവാരത്തിൽ തകർക്കപ്പെട്ട അവസ്ഥയിൽ നിരാശയിലാണോ? ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം നിങ്ങൾ നിരാശയിലാണോ? ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ കൃത്യതയോടെ ചെയ്യുവാൻ കഴിയാതെ വണ്ണം നിങ്ങൾ നിരാശയിലാണോ? ആഗ്രഹിച്ച നിലവാരത്തിൽ മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം നിരാശയിലാണോ? അതിന് പിന്നിൽ പ്രവർത്തിച്ചതൊരു മനുഷ്യരല്ല, ഒരു പൈശാചിക മണ്ഡലമാണ്. ആ പൈശാചിക മണ്ഡലം നാളെ മുതലല്ല, ഇപ്പോൾ മുതൽ കർത്താവിന്റെ മഹത്വമുള്ള നാമത്തിൽ അവ തകർന്നു മാറുമെന്നാണ് കർത്താവിന്റെ ആത്മാവിനെ ബോധ്യപ്പെടുത്തുന്നത്. ഒരസാധാരണമായ ദൈവ പ്രവൃത്തിയാണ് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സാധ്യമായി വരുവാൻ പോകുന്നത്. ആമേ ദൈവത്തിന്റെ അരുളപ്പാട് ആമേ കൃത്യമായി കേൾക്കുവാൻ പറ്റാത്തവർ സമയം കിട്ടുന്നത് പോലെ പലവട്ടം കേട്ടുള്ളൂ. മാത്രമല്ല ആമേൻ ഈ ഒരു വചനം കർത്താവ് നൽകി തന്നതിനെ അടിസ്ഥാനമാക്കി ഞാൻ പിന്നെയും നോട്ടീസ് ചെയ്യും. അതനുസരിച്ച് ഞാൻ നിങ്ങളോട് കർത്താവ് ആഗ്രഹിക്കുന്ന അരുളപ്പാടുകൾ വരും ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. സമയം കൂടിപ്പോയെന്ന് കണ്ടാൽ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പ്ലാറ്റ്ഫോമിൽ നിന്ന് പോകാം. സമയം കിട്ടുന്നവരെ നിങ്ങൾ കേൾക്കാവുന്നതാണ്. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. അപ്പോ നമ്മുടെ നിരാശയ്ക്ക് പിന്നിൽ സാത്താന്യാധിപത്യമോ? അതാണ് ഇയ്യോബ് തന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വായിച്ച് ചില ഭാഗങ്ങൾ വിടാം. ഇയ്യോബ് 1-2 അധ്യായങ്ങളിൽ അവന്റെ ജീവിതം തകർത്ത് തരിപ്പണമാക്കുന്നതിൽ സാത്താന്റെ ഭയങ്കര പ്രവൃത്തി, അവന്റെ ഭയങ്കര ഉത്സാഹം നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ ഏതെല്ലാം നിലവാരത്തിലാണ് ഇയ്യോബെന്ന ഭക്തനെ, നിഷ്കളങ്കനെ, നേരുള്ളവനെ, ദോഷം വിട്ടകലുന്നവനെ തകർത്ത് തരിപ്പണമാക്കിയെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവമഹത്വമായി മുൻപോട്ട് പോകുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്നെ നിരാശയിൽ കൊണ്ടെത്തിക്കുന്ന ഈ ഒരു പൈശാചിക മണ്ഡലമുണ്ടല്ലോ, അവൻ ഉത്സാഹത്തോടെ പ്രവർത്തിക്കും. അവൻ ഭയങ്കരമായിട്ട് അവൻ തന്ത്രപരമായി പ്രവർത്തിക്കും. അവൻ ഏറ്റവും വ്യത്യസ്തമായി പ്രവർത്തിക്കും. അവന്റെ ചിന്ത നീ നിരാശ കൊണ്ട് തകർന്നു പോകണമെന്നാണ്. നിരാശ കൊണ്ട് തകർന്നു പോകണം. നിരാശ കൊണ്ട് ദൈവത്തെ തള്ളിപ്പറയണം. നിരാശ കൊണ്ട് ദൈവത്തെ ഉപേക്ഷിച്ചു പോകണം. എന്നോട് കർത്താവിന്റെ ആത്മാവ് പറയുന്നു, ഇയ്യോബിന്റെ ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങൾ സാത്താൻ വരുത്തിയിട്ട് അവനെ ദൈവത്തിൽ നിന്ന് അന്യാധീനപ്പെടുത്തുവാൻ സാത്താൻ എല്ലാ ശ്രമവും നടത്തിയതുപോലെ ദൈവം എന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുന്നില്ല, അതിശയം പ്രവർത്തിക്കുന്നില്ല എന്ന ചിന്ത കൊണ്ട് പല നിലവാരത്തിൽ എന്തിന് ഈ ദൈവത്തെ മുറുകെ പിടിച്ച് മുൻപോട്ട് പോകണം, എന്തിന് ഈ വാഗ്ദത്തം മുറുകെ പിടിച്ച് മുൻപോട്ട് പോകണം, എന്തിന് ദൈവത്തിന്റെ ഈ ഒരു നാമത്തിൽ മുൻപോട്ട് പോകണം, എനിക്കിതിന് താല്പര്യമില്ല എന്നുപോലെ അടുത്ത് സ്നേഹിക്കുന്നവരോട് പറഞ്ഞ് ആ നിലവാരത്തിൽ പോലും വളരെ നിരാശപ്പെട്ടിരിക്കുന്ന ചില വ്യക്തികൾ ഇന്നത്തെ ദിവസം മുതൽ യേശുവിന്റെ നാമത്തിൽ അവർ നിരാശയെന്ന് പുറത്തു വരാൻ തുടങ്ങുകയാണ്. ഒരത്ഭുതം സംഭവിക്കുവാൻ തുടങ്ങുകയാണ്. ഇന്നത്തെ രാത്രി ഇഹലോക ജീവിതത്തിൽ 10,000ങ്ങളുടെ നിരാശ അഭിമുഖീകരിക്കേണ്ടി വന്ന അതിൽ നിന്ന് പുറത്തു വരുവാൻ എന്നെ പ്രാപ്തനാക്കിയ സർവശക്തനായ ദൈവം എന്നിലൂടെ ലൈവായി സംസാരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, ദൈവം സ്നേഹിക്കുന്നവരിലാരും നിരാശയോടെ ഈ ശബ്ദം ശ്രവിക്കുവാൻ ദൈവം ആഗ്രഹിച്ച എന്റെ പ്രിയപ്പെട്ടവരുള്ള ബന്ധത്തിൽ അവർ നിരാശയിൽ മുൻപോട്ട് പോകുന്നില്ല. അവർക്ക് നിരാശയിൽ മുൻപോട്ട് പോകാൻ പറ്റത്തില്ല. അതാണ് ദൈവത്തിന്റെ വലിയ പ്ലാനും പദ്ധതി എന്ന് പറയുന്നത്. ഇന്ന് രാത്രിയിൽ ഏറെ വചനങ്ങൾ എനിക്ക് മുമ്പിൽ കർത്താവ് തന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും പറയുവാൻ കഴിയാതെ വണ്ണം നൂറുകണക്കിന് വ്യക്തികളുടെ ഭയാനകമായ നിരാശകളെ കർത്താവ് എനിക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് അതിന് മറുപടി എന്നോണം വ്യത്യസ്തമായി സംസാരിപ്പിക്കുന്ന ഒരു നിലവാരമാണ് ഞാൻ ഇന്ന് രാത്രി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് രാത്രി കുറച്ചാണ് കേൾക്കുന്നതെങ്കിലും
വരും സമയങ്ങളിൽ നിങ്ങൾ അധികമായി കേൾക്കുവാൻ പോകുകയാണ്. ഒരിക്കൽ കൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം. ആമേൻ. അതായത് നിരാശയ്ക്ക് പിന്നിൽ സാത്താന്യാധിപത്യമോ? അതെ, നിരാശയ്ക്ക് പിന്നിൽ സാത്താന്യാധിപത്യമാണ്. ഇയ്യോബ് നമ്മോട് അങ്ങനെ പറയുന്നു. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 3-ാം അധ്യായം 1-2 അധ്യായത്തിൽ സാത്താൻ അവനെ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു ചരിത്രം. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ സാത്താൻ തകർത്ത് തരിപ്പണമാക്കിയവന്റെ നിരാശജനകമായ വാക്കുകളെ കാണുവാൻ സാധിക്കും. നിരാശജനകമായ വാക്കുകൾ. ഇത് നിങ്ങൾ കേൾക്കാൻ പോകുകയാണ്. ഞാൻ പ്രസംഗിക്കാനല്ല പോകുന്നത്, കുറെ ഭാഗങ്ങൾ വായിച്ചു കേൾപ്പിക്കാൻ പോകും. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും. കുറെ ഭാഗങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത ഭാഗത്ത് നമുക്ക് പിന്നെ തുടർന്ന് കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുവാൻ പോകുകയാണ്. സാത്താൻ തകർത്ത് തരിപ്പണമാക്കിയവന്റെ, എല്ലാം നശിപ്പിച്ചവന്റെ, സാത്താൻ ഒന്നുമില്ലാതാക്കി തീർത്തവന്റെ വാക്കുകൾ, നിരാശയുടെ വാക്കുകൾ നമുക്ക് ഇന്ന് രാത്രി കേൾക്കാം. കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ഇത് ഏതൊക്കെ അവസരങ്ങളിൽ ഞാൻ പറയേണ്ടി വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ചിന്തിക്കണം, നീ പറയേണ്ടി വന്നെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചതിന്റെ ബുദ്ധിമണ്ഡലമല്ല, നിന്റെ മറ്റുവിധമായ പ്രതികൂല സാഹചര്യങ്ങളല്ല, ആരോ നിമിത്തമല്ല, പിന്നെയോ സാത്താന്റെ അസാധാരണ പ്രവൃത്തിയായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളുവാൻ കർത്താവിന്റെ ആത്മാവിനെ ബോധ്യപ്പെടുത്തുകയാണ്. ഞാൻ കാണുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ടവർ ആയിരിക്കുന്ന പല രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് പോലും ദൈവത്തിന്റെ ശബ്ദം ശ്രവിച്ചിട്ട് അവരായിരിക്കുന്ന ഇടത്ത് ഇരുന്നു കൊണ്ട് സർവശക്തനായ ദൈവമേ എന്നോട് സംസാരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് അവർ ആത്മാവിൽ സന്തോഷിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് ഈ പൈശാചിക മണ്ഡലത്തിനെതിരായി തിരിയുന്ന കാഴ്ച ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട്. പല രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരായ വ്യക്തികൾ ഈ വളരെ സങ്കടകരമായ അനുഭവത്തിൽ നിന്ന് പുറത്തു വരുവാൻ അതിശയിപ്പിക്കുന്ന ദൈവാനുഗ്രഹം ആയി തീർന്ന ഒരു കാഴ്ച കർത്താവിനെ കൃത്യമായി പ്രദർശിപ്പിക്കുകയാണ്. അപ്പോൾ ഇയ്യോബ് പറയുന്നത് 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ, അനന്തരം ഇയ്യോബ് വായി തുറന്ന് തന്റെ ജന്മദിവസത്തെ ശപിച്ചു. ആമേൻ. ഈ സാത്താന്യ പ്രവൃത്തി വെളിപ്പെട്ടതിന് ശേഷം അവൻ തന്റെ ജന്മദിവസത്തെ ശപിച്ചു. ജീവിതത്തിലെല്ലാം ശാപമാണ്. ഞാനൊരു ശാപമാണ്, എനിക്കുള്ളതെല്ലാം ഒരു ശാപമാണ്, ഞാൻ ഫേസ് ചെയ്തതൊരു ശാപമാണ് എന്ന് ചിന്തിക്കേണ്ടി വരുന്നു എങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഈ ഒരു സാത്താന്യാധിപത്യമാണ്. അവൻ ഒന്നാമതായി പറയുന്ന നിരാശയുടെ വാക്ക്, തന്റെ ജന്മദിവസത്തെ അവൻ വായി തുറന്ന് ശപിച്ചു എന്നാണ്. ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി ശപിക്കപ്പെട്ടവൻ. നമ്മളൊരു ശാപമെന്ന് പറയേണ്ടി വരുന്നത് അതിന് പിന്നിൽ ആ നിരാശയ്ക്ക് പിന്നിൽ, നിരാശയുടെ വാക്ക് പറയുവാൻ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് സാത്താന്യാധിപത്യമാണ്. ഈ സാത്താന്യാധിപത്യം നിമിത്തം അവൻ പിന്നെയും വാക്കുകൾ പറഞ്ഞു. ഇയ്യോബ് പറഞ്ഞതെന്തെന്നാൽ, ഞാൻ ജനിച്ച ദിവസം ഒരാണ് ഉൽപ്പാദിച്ചു എന്ന് പറഞ്ഞ രാത്രിയും നശിച്ചു പോകട്ടെ. ശപിക്കപ്പെട്ട ജന്മം. ഞാനൊരു വ്യക്തി ഉണ്ടായ ദിവസം അത് നശിച്ചു പോകട്ടെ. അതെ, അവന്റെ പിന്നിൽ, അവന്റെ നിരാശയ്ക്ക് പിന്നിൽ ഒരു സാത്താന്യാധിപത്യമായിരുന്നു. ആ സാത്താന്യാധിപത്യം വെളിപ്പെട്ടത് കൊണ്ട് നിഷ്കളങ്കനായ, നേരുള്ളവനായ, ദോഷം വിട്ടകലുന്ന യഹോവ ഭക്തനായ, ഇത്രയും വിശേഷിക്കപ്പെട്ട പരിശുദ്ധവൻ, വിശുദ്ധനെന്ന് ദൈവം സാക്ഷ്യം പറഞ്ഞ വ്യക്തിയുണ്ടല്ലോ, അവൻ തന്റെ ജന്മദിവസത്തെ ശപിച്ചു. നീ നിന്റെ ശപിക്കുന്ന ഒരു സാഹചര്യം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഓർക്കണം, അത് നിന്റെ ബുദ്ധി കൊണ്ട് പറഞ്ഞതല്ല, മറ്റു വ്യക്തിയുടെ പ്രവൃത്തി കൊണ്ട് പറഞ്ഞതല്ല, പിന്നെയോ അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു സാത്താന്യാധിപത്യത്തെ കാണാതെ പോയി. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ജന്മദിവസത്തെ ശപിച്ചതുപോലെ എല്ലാം ശാപമാണ്, പ്രതികൂലമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികളോടുള്ള ബന്ധത്തിൽ അവര് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പൈശാചിക പ്രവൃത്തികൾ ഇതാ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ അവ തകർക്കപ്പെടാൻ പോകുകയാണ്. ആമേൻ. അവന്റെ നിരാശയ്ക്ക് പിന്നിൽ ഒരു സാത്താന്യാധിപത്യമായിരുന്നു. അവൻ പറഞ്ഞതെന്തുവാ? ഞാൻ ജനിച്ച ദിവസവും ഒരാൺ ഉൽപ്പാദിക്കപ്പെട്ടു എന്ന് പറഞ്ഞ രാത്രിയും നശിച്ചു പോകട്ടെ എന്നാണ് പറഞ്ഞത്. മാത്രമല്ല അവൻ പിന്നെയും പറയുന്നു, ആ നാൾ ഇരുണ്ടു പോകട്ടെ, മേലിൽ നിന്ന് ദൈവം അതിനെ കടാക്ഷിക്കരുതേ, പ്രകാശം അതിന്റെ മേൽ ശോഭിക്കരുതേ. തന്റെ ബർത്ത്ഡേ, നമ്മളൊക്കെ ബർത്ത്ഡേ വേറെ ലെവലിലാണ് ആഘോഷിക്കുന്നത്.
പക്ഷെ ഇവന്റെ ബർത്ത്ഡേ വേറെ നിലവാരത്തിലാണ് ആഘോഷിക്കേണ്ടി വരുന്നത്. ആമേൻ. ഈ സാത്താന്യാധിപത്യം നിന്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ ജനന ദിവസത്തെ പോലും സങ്കടത്തോടെ ഓർക്കേണ്ടി വരും. ആമേൻ. നശിച്ച ഒരു ജന്മമെന്ന് പറയേണ്ടി വരും. എത്രയും ശപിക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടോളെന്ന് പറയേണ്ടി വരും. എനിക്കാണ് ദുർവസ്ഥ വന്നിരിക്കുന്നത് പറയേണ്ടി വരും. ആമേൻ. ഇന്ന് രാത്രി എന്നോട് കർത്താവിന്റെ ആത്മ പറയുന്നു, ആ നിലവാരത്തിൽ ശാപത്തിന്റെ കീഴായിരിക്കുന്ന വേദനയുടെ കീഴായിരിക്കുന്ന വ്യക്തികളെ സ്വർഗ്ഗം ഇന്ന് രാത്രി വിടുവിക്കുവാൻ പോകുകയാണ്. എന്നിട്ട് പറയുന്നു, ഇരുളും അന്ധതമസ്സും അതിനെ സ്വാധീനമാക്കട്ടെ. ഒരു മേഘം അതിന്മേൽ അമരട്ടെ. പകലിനെ ഇരുട്ടുന്നതൊക്കെയും അതിനെ പേടിപ്പിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത്ര സങ്കടകരമായി തന്റെ ജനന ദിവസത്തെ ഒറ്റ വാക്കുകൊണ്ട് ശപിച്ചു നിർത്തുന്നില്ല. ഒരു ചരിത്രം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ, നമ്മുടെ ഇഹലോക ജീവിതത്തിൽ സാത്താന്റെ ആധിപത്യം, ഈ ഒരു പൈശാചിക മണ്ഡലം പ്രവർത്തിക്കേണ്ടി വന്നാൽ, ഇയ്യോബ് പറഞ്ഞതിനോളം അത്രയും പറഞ്ഞില്ലെങ്കിലും, അത്രയും ചരിത്രമൊന്നും പറഞ്ഞില്ലെങ്കിലും, ഇതിന്റെ ഓരോ വാക്കുകൾ എടുത്താൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ എന്തുമാത്രം നിരാശ കൊണ്ടാണ് ഇവൻ ഈ വർത്തമാനം പറയുന്നതെന്ന്. എന്നിട്ട് പറയുന്നു, ആ രാത്രിയെ കൂരിരുൾ പിടിക്കട്ടെ, അത് ആണ്ടിന്റെ നാടുകളെ കൂട്ടത്തിൽ സന്തോഷിക്കരുത്. ഞാൻ ഉണ്ടായെന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, അത് സന്തോഷിക്കരുത്. മാസങ്ങളുടെ എണ്ണത്തിൽ വരരുത് എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു ദിവസം, ഞാൻ ഉണ്ടായെന്ന് പറയുന്ന ഒരു ദിവസം, മാസങ്ങളുടെ എണ്ണത്തിൽ അത് വരരുത്. അതെ, ആ രാത്രി മച്ചിയായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ, പ്രസവിക്കാത്ത എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രസവിക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരിക്കട്ടെ എന്ന്. എന്നിട്ടും പുള്ളി നിർത്തുന്നില്ല കേട്ടോ. അതെ, ആ രാത്രി മച്ചിയായിരിക്കട്ടെ, ഉല്ലാസഘോഷം അതിലുണ്ടാകരുത്. എന്ത് നിരാശ നിറഞ്ഞ വാക്കുകളെന്നറിയാവോ? മഹാസർപ്പത്തെ ഇളക്കുവാൻ സമർത്ഥരായ ദിവസത്തെ ശപിക്കുന്നവർ അതിനെ ശപിക്കട്ടെ എന്നാണ്. എന്ന് പറഞ്ഞാൽ എത്രയും ശപിക്കപ്പെട്ടവന്മാർ അതിനെ ശപിക്കപ്പെട്ട ദിവസമെന്ന് തിരിച്ചറിയട്ടെ എന്നാണ്. അതിന്റെ സന്ധ്യാ നക്ഷത്രങ്ങൾ ഇരുണ്ടുപോകട്ടെ, അത് വെളിച്ചത്തിന് കാത്തിരുന്ന് കിട്ടാതെ പോകട്ടെ, അത് ഉഷസ്സിന്റെ കണ്ണിമ ഒരിക്കലും കാണരുത്. അത് എനിക്ക് ഗർഭദ്വാരം അടച്ചില്ലല്ലോ, എന്റെ അവിടെ പറയുന്നു എന്റെ കണ്ണിന് കഷ്ടം മറച്ചില്ലല്ലോ. എത്ര നിരാശജനകമായ അവസ്ഥ. തന്റെ ജന്മദിവസത്തെ ഓർത്താണ് ഇത്രയും വലിയ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിന്റെ തകർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് സാത്താനാണെങ്കിൽ ഇതുപോലുള്ള വർത്തമാനങ്ങൾ ചിന്തിക്കും, പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ഇന്ന് രാത്രി എന്നോട് കർത്താവിന്റെ ആത്മാവ് കൃത്യമായി പറയുകയാ, ഈ ഒരു ശാപത്തിൽ നിന്ന്, ഈ ഒരു തകർച്ചയിൽ നിന്ന്, ഈ ഒരു പൈശാചിക മണ്ഡലത്തിൽ നിന്ന് 100% നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റും. 100% പുറത്തു വരാൻ പറ്റും. എന്റെ ജീവിതം എന്നെ പഠിപ്പിച്ച ഒരു കാര്യമാണ് 100% പുറത്തു വരാൻ പറ്റുമെന്നുള്ളത്. ആമേൻ. ഇവിടെ ഇയ്യോബ് പറയുന്നതൊക്കെ എന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകും. കാരണം എന്റെ ഇഹലോക ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന ഏറെ പ്രയാസങ്ങളോടുള്ള ബന്ധത്തിൽ, നിരാശജനകമായ അവസ്ഥയോടുള്ള ബന്ധത്തിൽ എന്റെ ഓർമ്മ വെച്ച നാൾ മുതൽ എനിക്കിതൊക്കെ എനിക്കിതൊക്കെ ഗൗരവം മനസ്സിലാകും. എന്നാൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് സാത്താനാണെന്ന് ഞാൻ എപ്പോഴാണോ മനസ്സിലാക്കിയത്, ഞാൻ സർവശക്തനായ ദൈവത്തിൽ എപ്പോഴാണോ മനസ്സിലാക്കിയിട്ട് ആശ്രയിച്ചത്, അന്നേ ദിവസം മുതൽ 1, 2, 3, 4 എന്ന് പറഞ്ഞ് ഈ ഒരു ശപിക്കപ്പെട്ട മണ്ഡലങ്ങളിൽ നിന്ന്, ഈ തകർച്ചയുടെ മണ്ഡലങ്ങളിൽ നിന്ന്, ഈ വേദനീയമായ അവസ്ഥകളിൽ നിന്ന്, ഈ നിരാശനകമായ അവസ്ഥകളിൽ നിന്ന് പുറത്തു വരുവാൻ ഇടയായി തീർന്നത് കൊണ്ട് കൃത്യമായി പറയാം, നിങ്ങളുടെ ഇഹലോക ജീവിതം സന്തോഷമായി തീരണം, സമാധാനപരമായി തീരണം, നല്ലതായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ ആത്മാവ് കൃത്യമായി പറയുകയാ, നിനക്കിത് പുറത്തു വരാൻ കഴിയും. ഹല്ലേലൂയ, താങ്ക് യു. പിന്നെയും താൻ പറയുകയാണ്, ഞാൻ ഗർഭപാത്രത്തിൽ വെച്ച് മരിക്കാത്തതെന്ത്? എന്റെ ഗർഭം ധരിച്ചവളുടെ ഗർഭപാത്രത്തിൽ വെച്ച് ഞാൻ മരിക്കാത്തതെന്ത്? ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ പ്രാണൻ പോകാതിരുന്നതെന്ത്? ഞാനിത് ഒരാണ് ജനിച്ചിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഞാൻ ചത്തിങ്ങോട്ട് വരാത്തെന്തെന്നാ ചോദിക്കുന്നേ. മുഴങ്കാലൻ ഏറ്റുകൊള്ളേണ്ടതിന് എന്തിനെനിക്ക് വേണ്ടി? എന്നിട്ട് ചോദിക്കും, എനിക്ക് കുടിപ്പാൻ മുല ഉണ്ടായിരുന്നത് എന്തിന് എന്ന് പറഞ്ഞാൽ, ആ നിലവാരത്തിൽ ഏറ്റവും ശപിക്കപ്പെട്ട വർത്തമാനങ്ങളെയാണ് പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർന്നില്ല. പിന്നെയും താൻ പറയുകയാണ്, ഞാനിപ്പോൾ കിടന്ന് വിശ്രമിക്കുമായിരുന്നു, അഥവാ അങ്ങനെ ഒരു മരണം സംഭവിച്ചിരുന്നു എങ്കിൽ
ഞാൻ അങ്ങനെ അവസാനിച്ചു പോയിരുന്നുവെങ്കിൽ ഞാൻ ഇപ്പോൾ കിടന്ന് വിശ്രമിക്കുമായിരുന്നു, ഞാൻ ഉറങ്ങി വിശ്രാന്തി പ്രാപിക്കുമായിരുന്നു. മാത്രമല്ല, തങ്ങൾക്ക് ഏകാന്ത നിവാസങ്ങൾ പണിത ഭൂരാജക്കന്മാരെ പോലെ മന്ത്രിമാരോടും അഥവാ കനകസമ്പന്നമായ സ്വഭവനങ്ങൾ വെള്ളി കൊണ്ട് നിറച്ചു വെച്ച പ്രഭുക്കന്മാരോടും കൂടെ തന്നെ ഞാനായിരിക്കുമായിരുന്നു എന്നാ പറയുന്നത്. അല്ലെങ്കിൽ ഗർഭമലസിപ്പോയിട്ട് കുടിച്ചിടപ്പെട്ട കുഴിച്ചിട്ട് കളഞ്ഞ പിണ്ടം പോലെ വെളിച്ചം കിട്ടാത്ത പിള്ളകളെ പോലെയും ഞാൻ ഇല്ലാതെ പോകുമായിരുന്നു എന്നായിരുന്നു. അതായത് ഇയ്യോബിന്റെ ജീവിതം തന്റെ പിന്നിൽ ഈ ഒരു സാത്താന്യാധിപത്യം പ്രവർത്തിച്ചപ്പോൾ അവന്റെ ജീവിതം എത്രയും ഭയാനകമായിരുന്നു. ഇന്നത്തെ രാത്രി എന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുകയാ, എന്റെ ലൈഫ് ശപിക്കപ്പെട്ടതാ, എന്റെ തോട്ടത്തിനും പിടിത്തതിനും ശാപമാ, എല്ലാം പകർച്ചയാണ്, എല്ലാം വേദനയാണ്, ഞാൻ ദോഷമായിട്ടൊന്നും ജീവിക്കുന്നില്ല, ദോഷമായിട്ടൊന്നും പ്രവർത്തിച്ചിട്ടില്ല, എന്റെ ജീവിതം നരകതുല്യം 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 എന്ന് പറയുന്നവരോടുള്ള ബന്ധത്തിൽ ഇന്ന് രാത്രി ഒരു അത്ഭുതം സംഭവിക്കാൻ പോവുക. നിങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന സാത്താൻ ലജ്ജിച്ച് പിന്തിരിയുന്ന രാത്രിയാ. അവന്റെ ആധിപത്യം തകർന്നു മാറുന്ന രാത്രിയാ. ഈ വിധമായിട്ടുള്ള അരുളപ്പാട് നിങ്ങൾ കേൾക്കാതിരിക്കുവാൻ അവൻ എന്തെല്ലാം തന്റെ ബുദ്ധി ഉപയോഗിച്ചെന്നറിയാമോ? അവൻ എന്നിട്ടും ഈ ലൈവിൽ വരുവാൻ സ്വർഗം എന്നെ പ്രാപ്തമാക്കിയത് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന നിരാശയിൽ നിന്ന് 100% പുറത്തു വരാൻ വേണ്ടിയിട്ടാണ്. അത് സംഭവിക്കാൻ പോവുകയാണ്. എന്റെ ദൈവം എന്നെ കൊണ്ട് സംസാരിപ്പിച്ചിരിക്കുന്നത് ഒരു വ്യക്തിക്ക് വേണ്ടിയാണെങ്കിലും 1000 വ്യക്തിക്കാണെങ്കിലും ഇനി ലക്ഷോപലക്ഷം പേർക്കാണെങ്കിലും ആ പ്രവൃത്തി നടന്നിരിക്കും. അതിന് ഒരു അന്ധകാര ശക്തിയും തടസ്സമായി തീരില്ലെന്ന് ഞാൻ തിരിച്ചറിയണുണ്ട്. സ്വർഗം അത് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെയും താൻ പറയുന്നത് നിങ്ങൾ കേട്ടോ, അവിടെ ദുർജനം ഉപദ്രവിക്കാതെ ഇരുന്ന് അവിടെ ക്ഷീണിച്ചു പോയവർ വിശ്രമിക്കുന്നു. ശവക്കുഴിയുടെ അവസ്ഥ. അങ്ങനെ ഒരുത്തൻ ഉണ്ടാകാതെ ഇല്ലാതാകാതെ പോയിരുന്നുവെങ്കിൽ എന്ത് സൗഭാഗ്യമായിരുന്നു എന്ന്. ഇതാ അവന്റെ നിരാശയ്ക്ക് പിന്നിൽ ഒരു സാത്താന്യാധിപത്യം പ്രവർത്തിച്ചപ്പോൾ അവൻ ഇത്രയൊരു വലിയ ചരിത്രം പറയേണ്ടി വരികയാണ്. മാത്രമല്ല, അവിടെ ബദ്ധന്മാർ ഒരുപോലെ സുഖമായിരിക്കുന്നു. ഞാൻ പറയാ, ഭൂമിയിൽ ജനിച്ച് ജീവിച്ചിരിക്കുന്ന ഞാൻ സാത്താന്റെ പ്രവൃത്തി നടന്നു കഴിഞ്ഞപ്പോൾ ഇതാ നരകതുല്യമായി, നശിച്ച് നാമാവശേഷമായി. പക്ഷേ ഞാൻ ഉണ്ടാകാതെ പോയിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ഞാൻ ഉണ്ടായ ഉടനെ ചത്തുപോയിരുന്നെങ്കിലോ, ഞാൻ മരിച്ചു പോയിരുന്നെങ്കിലോ എന്ത് സംഭവിക്കാനെന്നറിയാവോ? അവിടെ ബദ്ധന്മാർ ഒരുപോലെ സുഖമായിരിക്കുന്നു എന്നാണ്. മാത്രമല്ല, പീഡകന്റെ ശബ്ദം അവിടെ കേൾക്കാതിരിക്കുന്നു എന്നാണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടട്ടെ, പ്രാർത്ഥിക്കണം. കാരണം ഇത് പല പോർഷനായിട്ട് നിങ്ങൾ കേൾക്കുവാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ ഇന്ന് രാത്രി തിരിച്ചറിയുന്നു. അതുകൊണ്ട് ഞാൻ നോട്ടീസ് ചെയ്യും, അതനുസരിച്ച് ഞാൻ ലൈവിൽ വരും. നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെ വരാം. ഇല്ലെങ്കിൽ പോലും എപ്പോഴെങ്കിലും വന്നോ നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിനകത്ത് നോക്കൂ. സാമുവൽ ഡെനിസൺ എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ കയറി വന്ന് നോക്കൂ. നിങ്ങൾക്ക് അത് കൃത്യമായി മനസ്സിലാകും. അതായത് നമ്മുടെ നിരാശകൾക്ക് പിന്നിൽ സാത്താന്യാധിപത്യമോ എന്നതിനെ അടിസ്ഥാനമാക്കി പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കി ആ നിമിഷം മുതൽ നിങ്ങൾ വിടുതല പ്രാപിക്കുവാൻ ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് ഒരസാധാരണമായ അത്ഭുതം സംഭവിക്കുവാനിടയായി തീരും. ഇയ്യോബ് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് കേൾക്കാം കുറച്ചുകൂടി, എന്നിട്ട് പെട്ടെന്ന് പ്രാർത്ഥിക്കാം. ഇയ്യോബ് 3-ാം അധ്യായം 1 മുതൽ വായിച്ചു കേൾപ്പിച്ചുകൊണ്ടിരിക്കുക. അതൊന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയല്ല, വായിച്ചു കേൾപ്പിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ഓരോ വാക്കും എടുത്ത് പറയാൻ പോയാൽ ചിലപ്പോൾ മാസങ്ങള് എനിക്ക് നിങ്ങളോട് ദൈവിക അരുളപ്പാട് പറയാനുള്ളതെല്ലാം അതിനകത്തുണ്ട്. അത്രയ്ക്കും കഷ്ടം പിടിച്ച, അത്രയ്ക്കും നിരാശയുടെ അങ്ങേ അറ്റത്തെ നിലവിൽ ഒരുതരം നിരാശ കൊണ്ട് ഭ്രാന്തമായി പോയ ഒരു ഭക്തന്റെ വാക്കുകളാണ്. ദൈവം വിശേഷിക്കപ്പെട്ടവനെന്ന്, ദൈവം ദോഷം വിട്ടകലുന്നവനെന്ന്, ദൈവം കളങ്കമറ്റവനെന്ന്, ദൈവം ഏറ്റവും വിശേഷിക്കപ്പെട്ടവനെന്ന് സാക്ഷ്യം പറഞ്ഞവന്റെ ജീവിതത്തിൽ ഈ സാത്താൻ കയറിക്കൂടിയപ്പോൾ,
ഈ പൈശാചികാധിപത്യം കടന്നു വന്നപ്പോൾ അവന്റെ ജീവിതം ഒരുതരം നരകവേദനയായി, നരക തുല്യമായി തീർന്നുകൊണ്ട് അവൻ നിലവിളിച്ചു പറയുന്ന വേദനയുടെ വാക്കുകളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇന്ന് രാത്രി പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന പ്രിയപ്പെട്ട ജീവിതമേ, ഒരു നിരാശ ചെറുതാണെങ്കിലും ശരി, വലുതാണെങ്കിലും ശരി, ആ നിരാശയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു അന്ധകാര മണ്ഡലമുണ്ടല്ലോ, ആ പൈശാചിക മണ്ഡലം തകർത്ത് കളയുവാൻ സർവശക്തനായ ദൈവത്തിന് ഇന്ന് രാത്രി പദ്ധതിയുണ്ട്. ദൈവം അത് ചെയ്തുകൊണ്ടുകയായിരിക്കും. അവിടെ വളരെ വ്യക്തമായി പറയുകയാണ്. അവിടെ പറയുന്നു, ചെറിയവരും വലിയവരും അവിടെ ഉണ്ട്. അവിടെ പറയുകയാണ്, എന്നിട്ട് താൻ പറയുകയാണ്, ചെറിയവരും വലിയവരും അവിടെ ഒരുപോലെ. ദാസന് യജമാനന്റെ കീഴിൽ വിടുതൽ കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒരു യജമാനന്റെ കീഴിൽ നിന്ന് ഒരു ദാസന് വിടുതൽ കിട്ടിയിരിക്കുന്നത് പോലെ ഞാൻ ഭൂമിയിൽ ഉണ്ടാകാതെ പോയിരുന്നെങ്കിൽ എത്ര സന്തോഷകരമായിരുന്നു എന്ന് താൻ വിശേഷിപ്പിക്കുന്നത്. പിന്നെയും പറയുന്നു, അരിഷ്ടന് പ്രകാശവും ദുഃഖിതന്മാർക്ക് ജീവനും കൊടുക്കുന്നത് എന്തിന്? ദൈവത്തോട് ചോദിക്കുക, ഇത്രയും കഠിനമേറിയ നിരാശ നിങ്ങൾ ആരെങ്കിലും അഭിമുഖീകരിച്ചിട്ടുണ്ടോ? ആമേൻ. 10,000-കണക്കിന് വ്യക്തികളുടെ നിരാശകൾ നമ്മൾ ഒരുമിച്ച് അനുഭവിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഈ യോബ് പറയുന്ന നിരാശ എന്ന് പറഞ്ഞാൽ ഒരുതരം ഭ്രാന്ത് പിടിച്ച നിരാശയാണ്. നിരാശ കൊണ്ട് ഭ്രാന്തമായി പോയി, ഭ്രാന്ത് പിടിച്ചു. വളരെ തന്റെ ആ ചരിത്രം വായിച്ചു വന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനെ ഗൗരവമായി റിസർച്ച് ചെയ്ത് പഠിക്കാൻ പോയാൽ മനസ്സിലാവും, അവൻ ഈ സാത്താന്റെ പ്രവൃത്തി കൊണ്ട് ഒരുതരം ഭ്രാന്തായിപ്പോയി, ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിപ്പോയി. ആ ഭ്രാന്തമായ അവസ്ഥയിലാണ് സംസാരിക്കുന്നത്. ആ നിലവാരത്തിലായിപ്പോയി. പിന്നെ തന്റെ സ്നേഹിതന്മാരും അത് ചൊറിയാമെന്നപ്പോ കുറച്ച് ബുദ്ധി ഉപയോഗിച്ചുമൊക്കെ താൻ സംസാരിക്കുന്നുണ്ട്. വ്യക്തമായി മനസ്സിലാക്കുമ്പോൾ താൻ നിരാശ കൊണ്ട് അവൻ ഒരുതരം ഭ്രാന്തമായ അവസ്ഥയിലായിപ്പോയി. നിരാശ കൊണ്ട് ഭ്രാന്തമായ അവസ്ഥയിലായിരിക്കുമ്പോഴാണ് അനേകർ അവസാനിപ്പിക്കുകയും അവരവസാനിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം മുതൽ നിരാശ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അതിനെ താലോലിക്കല്ലേ, അതിനെ നിസ്സാരമായി കാണല്ലേ. നിരാശയ്ക്ക് പിന്നിൽ എപ്പോഴാ നിരാശ വന്നത്, എവിടെ വെച്ചാണോ നിരാശ വന്നത്, അവിടെ മുട്ടുമടക്കണം. അവിടെ തന്നെ നിങ്ങൾ അല്പം അവിടെ ഇരിക്കണം. വേദപുസ്തകം ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ സർവശക്തനായ ദൈവത്തെ നോക്കി പറയണം, ദൈവമേ, ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഇതാ നിരാശ കടന്നു വന്നിരിക്കുന്നു. അപ്പാ, എനിക്ക് മുൻപോട്ട് പോകുവാൻ ശക്തിയില്ല. എനിക്കതിന് പരിഹാരം വരുത്താതെ ഞാൻ യാത്ര തുടരുന്നില്ല. ഞാൻ മുൻപോട്ട് പോകുവാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്റെ പിതാവേ, ഈ നിരാശ എന്നെ ഇപ്പോ പുറത്തു കൊണ്ടുവരണമേ എന്ന് പറഞ്ഞൊരു വിടുതൽ പ്രാപിക്കുവാൻ ഇടയായിത്തീരണം. നിങ്ങൾക്കറിയാമോ, എന്റെ ഇഹലോക ജീവിതത്തിൽ ഞാൻ ആയിരിക്കുന്ന രാജ്യങ്ങളിൽ, ആയിരിക്കുന്ന ദേശങ്ങളിൽ, ആയിരിക്കുന്ന പട്ടണങ്ങളിൽ എനിക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ചെറിയ നിരാശയുണ്ടായാൽ അതിന് പരിഹാരമുണ്ടാക്കാതെ ഞാൻ ഒരു വ്യക്തിയോടും ഉപദേശം പറയാനോ, ഒരു വ്യക്തിയോടും ചിരിക്കാനോ, ഒരു വ്യക്തിയോട് ഒരു വാക്ക് പറയാനോ, ഒരു വ്യക്തിയോട് സംസാരിക്കാനോ പോലും ഞാൻ കൂട്ടാക്കാറില്ല. എന്ന് പറഞ്ഞാൽ ആ നിരാശയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് സാത്താനാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ സാത്താൻ ആധിപത്യത്തെ തകർത്ത് അതിൽ നിന്ന് പുറത്തു വന്നാൽ മാത്രമേ എന്റെ പ്രിയപ്പെട്ടവർക്ക് എനിക്കൊരു വിടുതലായി തീരുവാൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ട് ആ സങ്കടമുളവാക്കുന്ന നിരാശയിൽ നിന്ന് ഞാൻ ഓടിച്ചു കൊണ്ടുപോകുന്ന വാഹനത്തെ റോഡ് സൈഡിലോട്ട് ഞാൻ പാർക്ക് ചെയ്യും. ഞാൻ ആ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ അല്ലെങ്കിൽ മറ്റു യാത്രകളിലാണെങ്കിലും എവിടെയാണെങ്കിലും ശരി, അത് എയർപോർട്ടായിരിക്കാം, വിദേശ രാജ്യങ്ങളായിരിക്കാം, സ്വദേശമായിരിക്കാം, മറ്റു പല ഇടങ്ങളായിരിക്കാം, എവിടെയാണെങ്കിലും നിരാശ കൊണ്ട് ഞാൻ നിറയപ്പെട്ടാൽ, കാരണം നിരാശ കൊണ്ട് ഞാൻ യാത്ര ചെയ്ത ഒരുപാട് അവസരങ്ങളുണ്ട്. എന്നിൽ നിന്ന് ഒരുപാട് അപകടങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് പ്രയാസങ്ങളും പല മനുഷ്യരും അഭിമുഖീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിരാശ വരുമ്പോൾ ഞാൻ വണ്ടി പോലും ഡ്രൈവ് ചെയ്യത്തില്ല. ഞാൻ അവിടെ തന്നെ അങ്ങ് നിർത്തും. ഞാൻ വ്യത്യസ്തമായിട്ട് അവിടെ തന്നെ ഒരു അല്പസമയം സ്പെൻഡ് ചെയ്യും. അത് എത്ര സമയമാണെങ്കിലും എനിക്ക് വിഷയമല്ല. ആ പിശാച് കൊണ്ടുവന്ന നിരാശയിൽ നിന്ന് പുറത്തു വരിക, അതാണ് എന്റെ വിഷയമെന്ന് പറയുന്നത്. നിരാശയിൽ നിന്ന് പുറത്തു വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരായ 1000 വ്യക്തികൾക്ക് അവരഭിമുഖീകരിക്കുന്ന വൈശാചിക പ്രവൃത്തിയിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുവാൻ എനിക്ക് പലപ്പോഴും കഴിയാറുണ്ട്. എന്റെ ദൈവം എന്നെ ഉപയോഗിക്കാറുണ്ട്. കാരണം 2 കാര്യങ്ങൾ. ഒന്ന്, എന്റെ ഇഹലോക ജീവിതം എന്റെ എക്സ്പീരിയൻസ് ആണ്. ഈ പ്രാന്തമായ നിരാശയിൽ നിന്ന് പുറത്തു വന്നു എന്നുള്ളത് എന്റെ എക്സ്പീരിയൻസ്. 2, സർവശക്തനായ ദൈവത്തിന്റെ വചനം, സർവശക്തനായ ദൈവത്തിന്റെ പ്രവൃത്തി
അതത്രയും അവൻ വ്യക്തതയുള്ളതായിരുന്നു എന്നുള്ളതാണ്. ഈ രണ്ട് അനുഭവങ്ങളാലും ഈ സാത്താന്യാധിപത്യത്തെ തകർത്ത് മുൻപോട്ട് പോകുവാൻ ഇടയായി തീർന്ന ഒരൊറ്റ കാരണം കൊണ്ട് പറയട്ടെ, ഇന്നേ വരെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന നിരാശ ഏത് വിഷയത്തിലുള്ള ബന്ധത്തിലാകട്ടെ, അതിന് 100% പരിഹാരമുണ്ട്. അതിന് 100% പരിഹാരം കണ്ടെത്തിയേ നിങ്ങൾ മുൻപോട്ട് പോകാവൂ. അതിന് ഇന്ന് രാത്രി നീ ഉറങ്ങില്ലേലും കുഴപ്പമില്ല. ആമെ വിദേശ രാജ്യത്തായിരിക്കുന്നവർ അവിടെ രാത്രി ആയിട്ടില്ല, അതുപോലെ പല രീതിയിലായിരിക്കുന്നവർ, നിങ്ങളുടെ നിരാശ, ആ നിരാശരകമായ അവസ്ഥ അത് സാത്താന്യമെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് അതിനെ പുറത്താക്കുക. എന്നെ പോലെ ആരുടെയെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ സപ്പോർട്ട് നിങ്ങൾ ചോദിക്കുക. അവർ നിരാശയെന്ന് പുറത്തു വന്നവരെങ്കിൽ അവിടെ സപ്പോർട്ട് നിങ്ങൾ ആഗ്രഹിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ ദൈവത്തിന്റെ മുൻപിൽ മുട്ടുമടക്കിക്കൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് പറയുന്ന ആശ്വാസത്തിന്റെയും വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും അത്ഭുതത്തിന്റെയും നിങ്ങൾ അഭിമുഖീകരിക്കുന്ന നിരാശയ്ക്ക് ഓപ്പോസിറ്റ് അതിന് വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും അത്ഭുതത്തിന്റെയും വചനമുണ്ട്. ആ വചനപ്രകാരം വിടുതലേറ്റെടുത്തുകൊണ്ട് നിങ്ങൾ മുൻപോട്ട് പോകുവാനാണ് ദൈവത്തിന്റെ പദ്ധതി. സ്വർഗ്ഗം അത് ചെയ്യാൻ പോകുകയാണ്. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ശേഷമായിട്ട് താൻ പിന്നെയും പറയുക കേട്ടോ, ആമേൻ, അവർ മരണത്തിനായി കാത്തിരിക്കുന്നു, അത് വരുന്നില്ല താനും. നിധിക്കായി ചെയ്യുന്നതിലും അധികം അവർ അതിനായി കുഴിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി നിധി എടുക്കാൻ വേണ്ടി കുഴിക്കുന്നതിനേക്കാളും ഒരു വലിയ കുഴി കുഴിക്കുന്നു തന്നെ കുടിച്ചു മൂടാൻ വേണ്ടി. അതാ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോ? നിധി ഒരിടത്തിരിക്കും, ഒരാളോട് പറയാ, ഇന്നടുത്ത് നിധി ഇരിക്കുന്നു കേട്ടോ എന്ന് പറയുമ്പോ ആ നിധി എടുക്കാൻ വേണ്ടി തന്റെ സർവ്വ കഴിവും ബുദ്ധിയും എല്ലാം ഉപയോഗിച്ച് ഭയങ്കര ഒരാള്, നിധിയോട് ഇഷ്ടമുള്ള ഒരാള് ആ നിധി എടുക്കാൻ വേണ്ടി വെപ്രാളം കാണിച്ച് കുടിച്ച് നിധി എടുക്കുന്നത് പോലെ ഇവിടെ പറയുന്നു, അവര് മരണത്തിനായി കാത്തിരിക്കുന്നു. അവിടെ പറയുന്നത് എന്തുവാ? മരണത്തിനായി കാത്തിരിക്കുന്നു. ആമേൻ. അവിടെ വായിച്ചത് ഇപ്രകാരമാണ്, അതായത് അവർ നിധിക്കായി ചെയ്യുന്നതിലും അധികം അവർ അതിനായി കുഴിക്കുന്നു എന്നാണ്. അതായത് അവർ മരണത്തിനായി കാത്തിരിക്കുന്നു, അത് വരുന്നില്ല താനും. നിധിക്കായി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നിധി എടുക്കാൻ വേണ്ടി ചെയ്യുന്നതിനേക്കാളും വെപ്രാളം കാണിക്കുകയാണ് മരണത്തിനു വേണ്ടി, അവരെ തന്നെ താൻ കുടിച്ചു മൂടാൻ വേണ്ടി എന്നാണ് അർത്ഥമാക്കിയിരിക്കുന്നത്. എന്നിട്ട് പറയുന്നു, അവർ ശവക്കുഴി കണ്ടാൽ സന്തോഷിച്ച് ഘോഷിച്ചുല്ലസിക്കും. അവർ ശവക്കുഴി കണ്ടാൽ സന്തോഷിച്ച് ഘോഷിച്ചുല്ലസിക്കും. മനസ്സിലായോ? ഭൂമിയിൽ സാത്താൻ പ്രവർത്തിച്ചാൽ പിന്നെ ജീവിക്കണമെന്നല്ല ആഗ്രഹം. ശവക്കുഴി കണ്ടാ സന്തോഷിക്കുന്നത്. ഈ കുഴിക്കകത്ത് ഞാൻ കയറി കിടന്നെങ്കിൽ നല്ലതായിരുന്നു. ആ ശവക്കുഴി കണ്ട് ഉല്ലാസവും സന്തോഷവുമാണ്. അപ്പോ സാത്താൻ ഒരു വ്യക്തിയെ തകർത്താൽ ആ വ്യക്തിയുടെ ജീവിതം ശവക്കുഴിയിൽ കിടക്കുന്നതാണ് സന്തോഷം, അതാണ് ഉല്ലാസം എന്ന് കാണും. അത്ര ഭയാനകമായിരിക്കും. ഇന്ന് രാത്രി നിങ്ങളാകുന്ന വ്യക്തി പ്രാപിക്കുന്ന വിടുതൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവർക്കും അതൊരു വിടുതലായി തീരുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയട്ടെ. ഇന്ന് രാത്രി നിരാശ കൊണ്ട് മുൻപോട്ട് പോകുന്നെങ്കിൽ ഇതെന്റെ ജീവിതത്തിന്റെ ഗതിയാ, ഇതൊരു ദുർവിധിയാ, ഇതൊരവസ്ഥയാ, ഇതെന്റെ മരണം കൊണ്ടേ തീരത്തുള്ളൂ, ഇത് മാറത്തില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരുടെ ബന്ധത്തിൽ ഞാൻ കൃത്യമായി പറയാം, 100% നിങ്ങൾ പ്രായം കൊണ്ടോ പക്വത കൊണ്ടോ, ഇനി പക്വത ആയിട്ടില്ലയോ, പിള്ളാരാണോ വലുതാണോ എന്തോ ആയിക്കൊണ്ട് പോട്ടെ, നിങ്ങളെ അഭിമുഖീകരിക്കുന്ന നിരാശയ്ക്ക് പിന്നിൽ ഒരു പൈശാചികാധിപത്യമുണ്ട്. അവ തകർക്കപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് രാത്രി മുതൽ ഭയങ്കരമായി സന്തോഷിക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് വ്യക്തിപരമായി സന്തോഷിക്കുവാൻ സാധിക്കും. നിങ്ങൾ നിമിത്തം മറ്റുള്ളവർ സന്തോഷിക്കുവാനും ഇടയായിത്തീരും. അപ്പോൾ ഇവിടെ ഇവരുടെ നിരാശയ്ക്ക് പിന്നിൽ ഒരു സാത്താന്യാധിപത്യമാണ്. അപ്പൊ പറയാ, അവൻ ശവക്കുഴി കണ്ടാൽ സന്തോഷിച്ച് ഘോഷിച്ചുല്ലസിക്കും. എന്നോട് പറയാ, വഴി മറഞ്ഞിരിക്കുന്നത് പുരുഷന് ദൈവം നിരോധിച്ചിരിക്കുന്നവനും ജീവനെ കൊടുത്തത് എന്തിന്? അവിടെ ചോദിക്കുകയാ, വഴി മറഞ്ഞിരിക്കുന്ന പുരുഷനും ദൈവം നിരോധിച്ചിരിക്കുന്നവനും ജീവനെ കൊടുത്തത് എന്തിന്? അപ്പോൾ ഇവിടെ പറയുകയാണ്, വഴി മറഞ്ഞിരിക്കുന്നു, പിന്നെ ദൈവം നിരോധിച്ചിരിക്കുന്നു, ദൈവം ശത്രുവായിരിക്കുന്നു. അങ്ങനെയുള്ളവര് ജീവനെ കൊടുത്തത് എന്തിനാ? എത്ര ഭയാനകമായ നിരാശയുടെ വാക്കുകൾ. പിന്നെയും പറയുക,
ഭക്ഷണത്തിന് മുൻപ് എനിക്കും നെടുവീർപ്പ് വരുന്നു. നമുക്ക് ഭക്ഷണത്തിന് മുമ്പ് സന്തോഷം വരുന്നതായിരിക്കും അല്ലെ? ഇവിടെ പറയാ, ഭക്ഷണത്തിന് മുമ്പ് എനിക്കും നെടുവീർപ്പ് വരുന്നു, എന്റെ ഞരക്കം വെള്ളം പോലെ ഒഴുകുന്നു. വെള്ളം ഒഴുകുന്നത് പോലെ ഞരങ്ങിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇയ്യോബിന്റെ ശാരീരികമായ പിശാചു കൊണ്ടിട്ട മുറിവുകൾ നിമിത്തം, പരുക്കൾ നിമിത്തം അവൻ ഒരിടത്ത് അടങ്ങിയിരിക്കുവാൻ കഴിയുന്നില്ല. അവൻ ഇങ്ങനെ ഇഴഞ്ഞു നടക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ശരീരമാംസകലം ചൊറഞ്ഞു ഒരു വല്ലാത്ത ചൊറച്ചിലിന്റെ അനുഭവമായതുകൊണ്ട്, ഒരു വല്ലാത്ത അവസ്ഥയായതുകൊണ്ട് അവൻ വെള്ളം ഒഴുകുന്നത് പോലെ ഇങ്ങനെ അവൻ ഒഴുകി നടക്കുന്നു എന്നാ പറയുന്നത്. അപ്പോൾ അവന്റെ ഈ തകർച്ചയ്ക്ക് പിന്നിൽ ഒരുവനുണ്ട്, ഈ സാത്താന്യാധിപത്യം. ഇന്നത്തെ ചോദ്യം നിങ്ങൾ മറക്കണ്ട, നിരാശയ്ക്ക് പിന്നിൽ സാത്താന്യാധിപത്യമോ? ഇയ്യോബ് മറുപടി പറയുന്നു, അതെ, എന്റെ നിരാശയ്ക്ക് പിന്നിൽ ഒരു സാത്താന്യാധിപത്യമുണ്ട്. ഇന്ന് രാത്രി ഏതെല്ലാം നിലവാരത്തിൽ ഞാൻ ഈ ഭാഗങ്ങളെല്ലാം വിശദീകരിക്കാൻ പോയാൽ എത്ര മാസം നിങ്ങളോട് പ്രസംഗിക്കേണ്ടി വരും. എന്നാൽ ഇന്ന് രാത്രി വായിച്ചു വിട്ട വാക്യങ്ങളിൽ ഞാൻ നിർത്തിക്കോട്ടെ. ഇവിടെ പരിശുദ്ധാത്മാവ് കൃത്യമായി പറയുകയാണ്, എത്രയും നിരാശജനകമായ അവസ്ഥ, ഒരുതരം ഭ്രാന്തമായ നിരാശ, ഭൂമിയിൽ ജീവിക്കാൻ കഴിയാത്ത നിരാശ, എത്രയും വേദനിപ്പിക്കുന്ന നിരാശ, എത്രയും സങ്കടപ്പെടുന്ന നിരാശ, ഇതിന് പിന്നിൽ പ്രവർത്തിച്ചൊരു പൈശാചിക മണ്ഡലമുണ്ട്. ഇയ്യോബിന്റെ ജീവിതം അവസാനം ഈ പൈശാചിക മണ്ഡലം തകർന്നു മാറി അവൻ എത്രയും അനുഗ്രഹിക്കപ്പെട്ടവനായി തീർന്നു. അതുപോലെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ്. എന്നിട്ട് താൻ ഒരു വാക്കും കൂടെ പറഞ്ഞു താൻ ഇപ്രകാരം ഒന്ന് രണ്ട് വാക്കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു എന്ന് പറഞ്ഞാൽ ഈ ഒരു സാത്താന്യാധിപത്യം എന്റെ ജീവിതത്തെ അറ്റാക്ക് ചെയ്യുവാൻ കടന്നു വന്നപ്പോൾ ഇന്നതെല്ലാം സംഭവിക്കാൻ പോകുകയാണെന്ന് എന്റെ ബുദ്ധിയിൽ തോന്നി. ഞാൻ ചിന്തിച്ചു, ഞാൻ മനസ്സിലാക്കി, ഞാൻ ഭയപ്പെട്ടു. അത് ഒന്നും മാറ്റമില്ലാതെ അങ്ങനെ സംഭവിക്കുവാനിടയായി തീർന്നു. ഒരു നിരാശനകമായ അവസ്ഥ ജീവിതത്തിൽ കടന്നു വരുന്നതിന് തൊട്ട് മുമ്പ് പൈശാചികമായ പ്രവർത്തികൾ കടന്നു വന്നാൽ സംഭവിക്കാൻ പോകുന്ന സങ്കടകരമായ അനുഭവങ്ങളെ കുറിച്ച് എല്ലാവർക്കും ഒരു ബോധ്യതയുണ്ട്. അത് തന്നെയാണ് ഇയ്യോബിനും ഉണ്ടായിരുന്നത്. ഇയ്യോബ് ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭാവിച്ചു. എന്നിട്ട് താൻ പറയുന്നു, ഞാൻ സ്വസ്ഥനായില്ല. സാത്താൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വസ്ഥത ഉണ്ടാകത്തില്ല കേട്ടോ. ഒരുതരം വല്ലാത്ത അവസ്ഥയിലായി പോകും, വളരെ നിരാശനകമായ അവസ്ഥയിലായി പോകും. ഇതിന്റെ ഇവിടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വാക്കുകളുടെയും ഡിക്ഷണറികൾ എഴുതിയാൽ തീരാത്ത സംഭവങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് അഭിമുഖീകരിച്ചവനാണ്. അതിൽ നിന്ന് അതിനു പിന്നിൽ പ്രവർത്തിച്ചത് സാത്താനെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ചു. അതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിഞ്ഞതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ എന്റെ കർത്താവ് ആഗ്രഹിച്ചപ്പോൾ ഞാൻ അതിന് കർത്താവിന്റെ വായ്ക്ക് കർത്താവ് എന്റെ വായായി തീരുവാൻ, എന്നോട് സംസാരിക്കുവാൻ ഞാൻ വരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഒരസാധാരണ ദൈവ പ്രവൃത്തി സാധ്യമായി വരും. ഇവിടെ പറയുന്നു, ഞാൻ സ്വസ്ഥനായില്ല. അപ്പോൾ നമുക്ക് പിന്നിൽ സാത്താൻ പ്രവർത്തിച്ചാൽ പിന്നെ സ്വസ്ഥത ഉണ്ടാകത്തില്ല. പിന്നീട് പറയുന്നു, ഞാൻ വിശ്രമിച്ചില്ല, എനിക്ക് വിശ്രമമില്ല, എനിക്ക് ആശ്വസിച്ചതുമില്ല, പിന്നെയും അതിവേദന എടുക്കുന്നു. അപ്പൊ ഞാൻ ഒരു അധ്യായമാണ് വായിച്ച് കേൾപ്പിച്ചത്. ഇനി ഇതുപോലെ ഒരു വലിയ ചരിത്രം എനിക്ക് മുൻപിലുണ്ട്. സർവശക്തനായ ദൈവം അനുവദിച്ചാൽ നമ്മുടെ നിരാശയ്ക്ക് പിന്നിൽ സാത്താന്യാധിപത്യമോ എന്നതിന് ഇയ്യോബ് നമ്മോട് പറഞ്ഞ മറുപടി ഉണ്ടല്ലോ. അതിൽ നിന്ന് ഇന്ന് രാത്രി വിടുതൽ ഏറ്റെടുത്തുകൊണ്ട് സ്തോത്രം, ഞാൻ ശേഷമുള്ള ഭാഗങ്ങളും ഇതിന് കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങളോട് സംസാരിക്കും. അതിന്റെ ഗൗരവം മനസ്സിലാകും. ഇയ്യോബും ഞാനും ഒന്നാ. ഇയ്യോബും ഞാനും ഒന്നെന്ന് പറയുന്നവർ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കണം. ഇയ്യോബിനെ തകർത്ത അതേ സാത്താനാണ് തകർത്തതെന്നും കൂടെ മനസ്സിലാക്കണം. അല്ലാതെ ഇയ്യോബും ഞാനും ഒന്നാ, അവന്റെ കഷ്ടം എന്റെ കഷ്ടം ഒന്നാ, അവന്റെ വേദന എന്റെ വേദന ഒന്നാ. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ബുദ്ധിയിൽ ആശ്രയിക്കാനോ അതിന് തകർച്ചയ്ക്ക് കാരണമായി തീർന്ന വ്യക്തിയെ ചീത്ത വിളിക്കാനോ അല്ലെങ്കിൽ വേറെ നിലവാരത്തിലേക്ക് പോകാനോ ഒന്നും ഇടയായി തീരരുത്. പിന്നെയോ ചെയ്യേണ്ടത് ഇയ്യോബിനെ പോലെ ഞാനും അനുഭവിച്ചു എന്ന് ചിന്തിക്കേണ്ടി വരുന്ന ഈ പ്ലാറ്റ്ഫോമിലുള്ള ശബ്ദം കേൾക്കാൻ പോകുന്ന പ്രിയപ്പെട്ടോടുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, എന്റെ തകർച്ചയ്ക്ക് പിന്നിൽ ഇയ്യോബിനെ നിരാശപ്പെടുത്തിയ അതേ ശക്തിയാണ്
എന്നെയും നിരാശപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ നിന്ന് ഞാൻ 100% പുറത്തു വരും. അപ്പോൾ അവസാന 1-ാം അധ്യായത്തിലുള്ള അവസാന വാക്യം പറഞ്ഞ് നിർത്തട്ടെ. ഞാൻ സ്വസ്ഥനായില്ല. സാത്താൻ നിരാശ കൊണ്ടുവന്നാൽ നീ സ്വസ്ഥത അനുഭവിക്കില്ല. എനിക്ക് വിശ്രമിച്ചില്ല. സാത്താൻ തന്റെ പ്രവൃത്തി ചെയ്താൽ പിന്നെ വിശ്രമമെന്ന് പറയുന്ന ഒരു കാര്യമേ ജീവിതത്തിൽ സ്വപ്നം കാണണ്ട. ഞാൻ ആശ്വസിച്ചതുമില്ല. സാത്താനാണ് നിരാശയ്ക്ക് പിന്നിലെങ്കിൽ പിന്നെ അവിടെ ആശ്വാസവുമില്ല. പിന്നെയും അതിവേദന എടുക്കുന്നു. അവൻ പറയുക, പിന്നെയും എനിക്ക് അതിവേദന എടുക്കുന്നു. ഞാൻ തൽക്കാലം അടുത്ത അധ്യായങ്ങളിൽ നിന്ന് നമുക്ക് പുറകെ കേൾക്കാം. ഇനി അടുത്ത് 6-ാം അധ്യായത്തിൽ ഇയ്യോബ് പറയുന്ന കാര്യം ഞാൻ നോട്ടീസ് ചെയ്യും. അപ്പോൾ ലൈവിൽ വരും. ലൈവിൽ വരുമ്പോൾ അടുത്ത് 6-ാം അധ്യായത്തിലാണ് താൻ പറയുന്നത്. കാരണം പിന്നെ 4-5 അധ്യായങ്ങളിൽ അവന്റെ സ്നേഹിതന്മാർ ചൊറിയുന്ന വർത്തമാനങ്ങളാണ്. അവന്റെ നിരാശജനകമായ അവസ്ഥയിലായിരിക്കുമ്പോൾ അവര് വന്ന് കുറെ ചൊറിഞ്ഞാ സംസാരിക്കുന്നത്. നിന്റെ ജീവിതത്തിൽ കുറെ കുഴപ്പമുണ്ട്, വേറെ പലതുമുണ്ട് എന്ന് പറഞ്ഞാൽ സാത്താൻ ഒരു വ്യക്തിയെ വല്ലാത്ത അവസ്ഥയിലാക്കിയ പിന്നെ ഗുണം ചെയ്യേണ്ടവരും ദോഷം ചെയ്യും, നല്ലത് പറയേണ്ടവരും ദോഷം ചെയ്യും, ആശ്വസിപ്പിക്കേണ്ടവരും അസ്വസ്ഥപ്പെടുത്തും. എല്ലാ തരത്തിലും പിന്നെ എല്ലാം പ്രതികൂലമായി തീരും. പിന്നെ നിരാശയിലായിരിക്കുമ്പോ ഏതാണ്ട് ഈ വെള്ളത്തിൽ കിടക്കുന്നതിനെ വെള്ളത്തിലിട്ട് തന്നെ ചുടുന്നത് പോലെ ഒരു അവസ്ഥയായിരിക്കും. വളരെ ഭയാനകമായ അവസ്ഥയായിരിക്കും. എന്ന് പറഞ്ഞാൽ പിന്നെ മണ്ണെണ്ണയിൽ കത്തിക്കൊണ്ട് നിൽക്കുന്നയാളെ കുറച്ച് പെട്രോൾ വാങ്ങിച്ചുകൊണ്ട് വെച്ച് മൊത്തം കത്തിച്ച് ചാമ്പലാക്കുന്നത് പോലുള്ള അനുഭവങ്ങളായിരിക്കും. അത് എത്രയും വേദനീയമായ സാഹചര്യങ്ങളായിരിക്കും. അങ്ങനെ സാത്താന്റെ പ്രവൃത്തിക്ക് പിന്നെ നിരാശ അനുഭവിക്കുന്ന ഇയ്യോബിനുള്ള ബന്ധത്തിൽ അവനത് ഫേസ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ പറയുന്നത് ഇയ്യോബ് 6-ാം അധ്യായത്തിലാ താൻ പിന്നെ പറഞ്ഞു തുടങ്ങുന്നത്. അതിന് ഇയ്യോബ് ഉത്തരം പറഞ്ഞു തുടങ്ങി എന്തെന്നാൽ എന്ന് പറഞ്ഞാൽ 4-5 അധ്യായത്തിൽ തന്റെ സ്നേഹിതൻ പറയുന്ന കുറച്ച് ചൊറിഞ്ഞ വർത്തമാനങ്ങളാണ്. അതിന് മറുപടിയായിട്ട് അതിന് ഇയ്യോബ് ഉത്തരം പറഞ്ഞു എന്തെന്നാൽ, അയ്യോ എന്റെ വ്യസനം ഒന്ന് തൂക്കി നോക്കിയെങ്കിൽ, എന്റെ വിപത്തൊന്ന് സ്വരൂപിച്ച് തുലാസിൽ വെച്ചെങ്കിൽ. നിരാശയുടെ കാഠിന്യ വാക്കുകൾ പറഞ്ഞു തുടങ്ങുകയാണ്. നമുക്ക് കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന ഈ വിധമായ സങ്കടകരമായ അനുഭവങ്ങളോടുള്ള ബന്ധത്തിൽ അതിനെക്കുറിച്ച് വളരെ ഗൗരവമായി കേട്ട് ഈ പൈശാചിക മണ്ഡലത്തിൽ നിന്ന് നമുക്ക് 100% പുറത്തു വരുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കി തീർക്കും. ഞാൻ ആ കുറിവാക്യം പറഞ്ഞ് നിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതെ, 2 കൊരിന്ത്യ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം അതിന്റെ അവസാന ഭാഗമാണ്. ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. താൻ പറയുന്നു, പൗലോസ് പറയുന്നു, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. സർവശക്തനായ ദൈവത്തിന്റെ മുൻപിൽ നിരാശയെ നിർത്തിക്കൊണ്ടുപോയാൽ, നിരാശപ്പെട്ടുകൊണ്ടിരുന്നാൽ ഇയ്യോബടക്കം അഭിമുഖീകരിച്ച പ്രശ്നങ്ങളെ നന്നായി തിരിച്ചറിയാവുന്നുള്ള പൗലോസ് അപ്പോസ്തലനോടുള്ള ബന്ധത്തിൽ അവൻ പൈശാചികമായിട്ടേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിലും താൻ പറയുന്നു, ഈ പൈശാചിക പ്രവൃത്തിയുടെ മുമ്പിൽ, മറ്റുവിധമായ തകർച്ചയുടെ മുമ്പിൽ ഞങ്ങൾ ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. ജീവിതത്തിൽ എത്ര സങ്കടമുളവാക്കുന്ന അവസ്ഥ അവര് ഫേസ് ചെയ്തുവെങ്കിലും നിരാശയ്ക്ക് സ്ഥാനം കൊടുത്തില്ല. കാരണം നിരാശയ്ക്ക് സ്ഥാനം കൊടുത്താൽ തീർന്നു. അതോടെ പിന്നെ ആ മനുഷ്യജന്മം അവസാനിച്ചു. പല നിലവാരത്തിൽ ആരുടെ സ്നേഹിക്കുന്ന ആരുടെ കൂടെ പോയി എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടു പോയി മരിച്ചവർ പലതരത്തിൽ പറഞ്ഞറിയിക്കാൻ ഡിക്ഷണറികൾ എടുത്തു വെച്ച് വായിച്ച് കേൾപ്പിച്ചാൽ പോലും തീരാത്ത അത്രയും ഭയാനകമായ നിരാശനകമായിട്ടുള്ള അവസ്ഥകൾ. അവയെല്ലാറ്റിൽ നിന്നും നമ്മെ വിടുവിക്കുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അത് കോടിക്കണക്കിന് മനുഷ്യരെ ഇല്ലായ്മ ചെയ്ത് ഒരു ശാപമാണ് നിരാശ. അതിൽ നിന്ന് പൂർണ്ണമായിട്ട് പുറത്തു വരിക, അതാ ദൈവത്തിന്റെ പദ്ധതി. നിങ്ങൾ മറക്കരുത്, നോട്ടീസ് ചെയ്തിരുന്നു, നിരാശ ഒരു സംഹാര ശക്തിയാണ്. ചോദ്യത്തിന് മറുപടിയായി ഇന്ന് രാത്രി പറഞ്ഞതും നിങ്ങൾ അടുത്ത് കേൾക്കാൻ പോകുന്നതും, നിരാശയ്ക്ക് പിന്നിൽ സാത്താന്യാധിപത്യമോ? ഇയ്യോബ് മറുപടി പറഞ്ഞു, എന്റെ നിരാശയ്ക്ക് പിന്നിൽ ഒരു സാത്താന്യാധിപത്യമാണ്. അതിൽ നിന്ന് ഇയ്യോബ് അവസാനം പുറത്തു വന്നു. നമുക്കും ഇന്ന് രാത്രി ഏതെല്ലാം നിലവാരത്തിൽ സങ്കടമുളവാക്കുന്ന സാഹചര്യമുണ്ടോ അവയെല്ലാറ്റിനും പുറത്തു വരുവാൻ പോകുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമമിടുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എത്രയും മണിക്കൂറുകൾ, എത്രയും ദിവസങ്ങൾ
ഇയ്യോബ് അഭിമുഖീകരിച്ച ആ അവസ്ഥകൾ പറഞ്ഞുകൊണ്ടുന്ന തീരത്തില്ല. ആമേൻ. നമുക്ക് അടുത്ത ഭാഗങ്ങളിലും നമുക്ക് കേൾക്കുവാം. ആമേൻ. കേൾക്കുമ്പോൾ തന്നെ ഓർക്കണം, നമ്മൾ ഫേസ് ചെയ്യുന്ന ആ തകർച്ചയിൽ നിന്ന് ദൈവം എന്നെ 100% വിടുവിക്കുകയാണ്. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഈ നല്ല രാത്രിക്കായി നന്ദി പറയുന്നു. പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അതേ കർത്താവേ, എന്റെ ഇഹലോക ജീവിതം അതേ കർത്താവേ ഏറെ നിരാശജനകമായിരുന്നു. ലക്ഷോപലക്ഷം വ്യക്തികൾ അഭിമുഖീകരിച്ച വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ നിരാശകളെ ഒറ്റയ്ക്ക് അഭിമുഖീകരിക്കേണ്ട ഏറെ വർഷങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് സാത്താനാണെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. എന്നാൽ എപ്പോഴാണോ അതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് സാത്താനെന്ന് മനസ്സിലാക്കിയോ, ആ നിമിഷം മുതൽ അടിയനെ വിടുവിച്ച എന്റെ കർത്താവ്, അതേ കർത്താവെ, ആ നിരാശയിൽ നിന്ന് ആമേൻ ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. നിരാശപ്പെടാതെ വണ്ണം മുൻപോട്ട് പോകേണ്ടതിന് അപ്പൻ സ്നേഹിക്കുന്ന, ആമേൻ അങ്ങ് സ്നേഹിക്കുന്ന കർത്താവെ, അങ്ങയുടെ മക്കളോട് സംസാരിപ്പാൻ ഈ രാത്രി അങ്ങ് പ്രാപ്തമാക്കിയത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. പ്രിയ പിതാവേ, അങ്ങയുടെ മക്കളായിരിക്കുന്ന ഇടത്ത്, ആയിരിക്കുന്ന രാജ്യങ്ങളിൽ അവർ ഫേസ് ചെയ്യുന്ന നിരാശജനകമായ വിഷയത്തോടുള്ള ബന്ധത്തിൽ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പൈശാചികാധിപത്യം ഇന്ന് രാത്രി അങ്ങയുടെ മഹത്വമുള്ള നാമത്തിൽ അവരായിരിക്കുന്ന രാജ്യത്ത് പകലാണെങ്കിലും രാത്രിയാണെങ്കിലും അങ്ങയുടെ മഹത്വമുള്ള നാമത്തിൽ അവർ അതിൽ നിന്ന് പുറത്തു വരികയാണ്. ഒരസാധാരണ അത്ഭുതം സംഭവിക്കുന്നു. പഠിക്കുവാൻ കഴിയാതെ നിരാശപ്പെടുന്ന കുഞ്ഞ് ഇപ്പോൾ ആ നിരാശയിൽ നിന്ന് പുറത്തു വരുന്നു. ജോലി ചെയ്യാൻ കഴിയാതെ നിരാശപ്പെടുന്ന വ്യക്തി ആ നിരാശയിൽ നിന്ന് പുറത്തു വരുന്നു. സ്നേഹിക്കുന്ന വ്യക്തി ഇട്ടേച്ചു പോയെന്ന് പറഞ്ഞ് നിരാശപ്പെടുന്ന വ്യക്തി ആ നിരാശയിൽ നിന്ന് പുറത്തു വരുന്നു. സാമ്പത്തിക തകർച്ച നിമിത്തം നിരാശപ്പെടുന്ന വ്യക്തി നിരാശയിൽ നിന്ന് പുറത്തു വരുന്നു. അതേ കർത്താവെ, കുടുംബ ജീവിതത്തെ, വ്യക്തിപരമായ ജീവിതത്തെ പല മേഖലകളിൽ അസ്വസ്ഥപ്പെടുത്തി തകർത്തു കളഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് കർത്താവേ, എന്റെ പ്രിയപ്പെട്ടവർ, ഇത് 1000 വ്യക്തികൾ അവര് പുറത്തു വരുന്നു. അതിന് പിന്നിൽ പ്രവർത്തിച്ച സാത്താന്യാധിപത്യം ഇപ്പോൾ അങ്ങയുടെ മഹത്വമുള്ള നാമത്തിൽ അവ തകർന്നു മാറുകയാണ്. പലതിനെ ചൊല്ലി കൂട്ടായിട്ടിരുന്നു കൊണ്ട് നിരാശപ്പെടുന്നവരെ ഞാൻ കാണുന്നു. ഭാര്യയും ഭർത്താവും മക്കളും സ്നേഹിക്കുന്നവരും പ്രിയപ്പെട്ടവരും പരസ്പരം ഒരുമിച്ചിരുന്ന് നിരാശപ്പെടുന്ന കാഴ്ച കാണുന്നു. അവരെ നിരാശപ്പെടുത്തുന്ന പൈശാചിക മണ്ഡലം യേശുവിന്റെ നാമത്തിൽ തകർന്നു മാറുകയാണ്. ഹോസ്റ്റലിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരുമിച്ചിരുന്ന് നിരാശപ്പെടുന്ന വിഷയത്തിന്റെ മേൽ ഇപ്പോൾ വിടുതൽ പ്രാപിച്ചു വരുന്നു. ബിസിനസിനോടുള്ള ബന്ധത്തിൽ, ജോലിയോടുള്ള ബന്ധത്തിൽ, യൂറോപ്യൻ രാജ്യത്തിലായിരിക്കുന്ന ഇടത്ത് പലയിടത്തും അവർ അഭികരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വലിയ നിരാശയിൽ നിന്ന് അവർ ഇപ്പോൾ പുറത്തു വരാൻ തുടങ്ങുന്നു. സ്നേഹിച്ച വ്യക്തി വഞ്ചിച്ചു എന്ന് പറയുന്നു. ആ വ്യക്തി വഞ്ചിച്ചതല്ല, അവരെ പിശാച് വഞ്ചിച്ചു. അത് മനസ്സിലാക്കുവാൻ കഴിയാത്തത് കൊണ്ട് നിരാശയോടെ മാനസികമായി തകർക്കപ്പെട്ട അവസ്ഥയിലായിരിക്കുന്ന വ്യക്തി ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കുന്നു. അതേ കർത്താവേ, ലക്ഷോപലക്ഷം പേര് നിരാശ കൊണ്ട് തകർക്കപ്പെട്ട അവസ്ഥയിൽ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച അങ്ങനെ പ്രദർശിപ്പിക്കുമ്പോൾ അവർ അഭിമുഖീകരിച്ചിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ നിരാശകളിൽ നിന്നും 10,000-കണക്കിന് വ്യക്തികൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ, തകർച്ചയുടെ നിരാശകൾ, അതിൽ നിന്ന് അടിയനെ പുറത്തു കൊണ്ടുവന്ന അങ്ങയുടെ മഹത്വമുള്ള നാമത്തിൽ അങ്ങയുടെ മക്കൾ നിരാശയിൽ നിന്ന് പുറത്തു വരികയാ. അങ്ങയുടെ മഹത്വമുള്ള നാമത്തിൽ അത്ഭുതം സംഭവിക്കുന്നു. വ്യക്തിപരമായി ഓഫീസിലിരുന്ന് കരയുന്ന വ്യക്തി, വണ്ടി ഡ്രൈവ് ചെയ്ത് കരഞ്ഞുകൊണ്ടുപോകുന്ന വ്യക്തി, വഴിയാത്രയിൽ കരയുന്ന വ്യക്തി, ബസ് യാത്രയിൽ കരയുന്ന വ്യക്തി, ജോലി സ്ഥലത്തിരുന്ന് കരയുന്ന വ്യക്തി, കുടുംബത്തിനകത്തിരുന്ന് കരയുന്ന വ്യക്തി, ഒളിച്ചുപോയിരുന്ന് കരയുന്ന വ്യക്തി, കർത്താവേ, നിരാശ കൊണ്ട് എന്റെ നിരാശ വേറൊരാൾ കാണണ്ട എന്ന് പറഞ്ഞ് ഒളിഞ്ഞുപോയിരുന്ന് കരയുന്ന വ്യക്തി, സ്തോത്രം, യാത്രയിൽ കരയുന്ന വ്യക്തി, അതുപോലെ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിലവിളിച്ചു കരയുന്ന വ്യക്തി, ഇങ്ങനെ പലതരത്തിൽ നിരാശ കൊണ്ട് ഹൃദയം തകർന്ന് സങ്കടപ്പെടുന്ന വലിയൊരു കൂട്ടം പേരങ്ങനെ പ്രദർശിപ്പിക്കുന്നു. അവരെല്ലാവരും ഈ സാത്താൻ വരുത്തിയ നിരാശയിൽ നിന്ന് അവർ പുറത്തു വരികയാണ്. സാത്താൻ തകർത്ത് അഭിമുഖീകരിക്കുന്ന ഈ നിരാശയിൽ നിന്ന് അവർ പുറത്തു വരികയാണ്. പിതാവേ,
അത്ഭുതം സംഭവിക്കുന്നു. അതിശയ പ്രവൃത്തി സാധ്യമായി വരുന്നു. അങ്ങ് പ്രദർശിപ്പിക്കുന്ന വലിയവരും ചെറിയവരും എല്ലാവരും ഈ ഒരു കർത്താവ് നിരാശജനകമായ അവസ്ഥയിൽ നിന്ന് പുറത്തു വരികയാണ്. അപ്പൻ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ആമേൻ. കർത്താവെ, അങ്ങ് പ്രത്യക്ഷമായി കൂടെയുള്ളതിനായി സ്തോത്രം. അതേ കർത്താവെ, അങ്ങ് മുഖാമുഖമായി കണ്ടുകൊണ്ട് ഭൂമി ജീവിക്കുവാൻ അങ്ങ് അനുവദിച്ചിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അതേ കർത്താവെ, ഭൂമിയിലായിരുന്നു കൊണ്ട് അങ്ങെ കണ്ടുകൊണ്ട് ജീവിക്കുവാൻ നൽകുന്ന ഭാഗ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുകയാണ്. 1000 ദൂതന്മാരെ കാണുമാറാക്കുന്നത് കൊണ്ട് നന്ദി. തകർന്നു പോകുന്ന പൈശാചിക മണ്ഡലത്തെ അങ്ങ് പ്രദർശിപ്പിക്കുന്നത് കൊണ്ട് നന്ദി. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ഈ ദൈവത്തിന്റെ ദൂത് കേൾക്കാൻ പോകുന്നവരും ആയിരിക്കുന്നവരും അവരെ അസ്വസ്ഥപ്പെടുന്ന പൈശാചിക മണ്ഡലം ഇപ്പോൾ തകർന്നു മാറുകയാണ്. അങ്ങയുടെ മഹത്വമുള്ള നാമത്തിൽ നഷ്ടപ്പെട്ട സന്തോഷം ഇരട്ടിയായി വരുന്നു. നഷ്ടപ്പെട്ട അനുഗ്രഹം ഇരട്ടിയായി വരുന്നു. നഷ്ടപ്പെട്ട നല്ല അനുഭവങ്ങൾ മടങ്ങി വരുന്നു. നഷ്ടപ്പെട്ട ഏറ്റവും വിശേഷിക്കപ്പെട്ട അനുഭവങ്ങൾ മടങ്ങി വരുന്നു. അസാധാരണ കാര്യങ്ങൾ സംഭവിക്കുന്നു. പിതാവേ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സർവമഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ മഹിമയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ജീസസ് നെയിം. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളോടുകൂടെ ഇത്രയും സമയം ചെലവഴിക്കുവാൻ കർത്താവ് എന്നെ പ്രാപ്തനാക്കിയതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. ഇന്ന് രാത്രി ദൈവിക അരുളപ്പാട് അത് കൃത്യമായി മനസ്സിലാക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെയും കേൾക്കൂ. നിങ്ങൾ സ്നേഹിക്കുന്നവരാരെങ്കിലും വിടുതൽ പ്രാപിക്കണം, അനുഗ്രഹം പ്രാപിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, വലിയ മഹിമയൊന്നും ഇല്ലാത്ത ഒരു വിഷ്വലാണെങ്കിലും നിങ്ങൾ അവർക്കും കൊടുക്കൂ. അവരും അത് കേട്ട് ദൈവിക അനുഗ്രഹം പ്രാപിക്കട്ടെ. ആമേൻ. ഓർക്കുക, നിരാശയ്ക്ക് പിന്നിൽ ഒരു സാത്താന്യാധിപത്യമാണ്. നിരാശയ്ക്ക് പിന്നിൽ ഒരു സാത്താന്യാധിപത്യമാണ്. ആ ആധിപത്യം തകർന്ന് പൂർണ്ണ വിടുതൽ ഇപ്പോൾ മുതൽ സ്വർഗം സാധ്യമാക്കുകയാണ്. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ 1000 വ്യക്തികളുടെ ഭയാനകമായ നിരാശ, ഇയ്യോബ് ഒരൊറ്റ ആള് പറഞ്ഞ ആ നിരാശനകമായ അവസ്ഥ, അത് പല നിലവാരത്തിൽ അഭിമുഖീകരിക്കുന്ന 1000 10,000 കർത്താവ് എന്നെ പ്രദർശിപ്പിച്ചു. എനിക്ക് കർത്താവ് ഒരു ചിന്ത ഇതാണ്: അവ എല്ലാറ്റിൽ നിന്നും കർത്താവ് അവർ വിടുവിക്കുമെന്നാണ്. ആമേൻ. എന്റെ കർത്താവ് ഒന്ന് വിടുവിക്കുമെന്ന് പറഞ്ഞത് കൊണ്ടാണ് എനിക്ക് ഇത്ര ധൈര്യത്തോടെ പറയാൻ എനിക്ക് സന്തോഷം വരുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ എന്റെ ദൈവം ഒരു അസാധാരണ പ്രവർത്തി ചെയ്തു തുടങ്ങുകയാണ്. മറ്റേതെങ്കിലും തരത്തിൽ എന്നെ വിളിക്കണം, വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ മെസ്സേജ് അയക്കണം. മറുപടി കിട്ടിയില്ലെന്ന് വിഷമിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഏറെ സമയം ദൈവസന്നിധിയിലാണ്, കർത്താവിന്റെ മുൻപിലാണ്. എനിക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ കുറച്ച് സമയം മാത്രമേ ഭൂമിയിൽ ലഭിച്ചിട്ടുള്ളൂ. ബാക്കി അധികം സമയവും എന്റെ കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കാനും ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ആ ദൈവത്തിന്റെ പരിശുദ്ധ മുഖം കാണുവാനും ദൈവികമായി ചിന്തിച്ചുകൊണ്ടിരിക്കാനും ഒക്കെയാണ് എന്റെ ഈ ഭൂമിയിൽ കിട്ടിയ ഏറെ അവസരങ്ങളെന്ന് പറയുന്നത്. ഒരല്പസമയം കിട്ടുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളോട് മറുപടി പറയാനും മെസ്സേജിന് മറുപടി അയക്കാനും കോൾ അറ്റൻഡ് ചെയ്യാനും എനിക്ക് ഒരു വിഷമവും ഇല്ല. അതുകൊണ്ട് 10,000 വ്യക്തികൾ അഭിമുഖീകരിച്ച നിരാശജനകമായ വിഷയങ്ങളെ ഞാൻ ഒറ്റയ്ക്ക് അഭിമുഖീകരിച്ചു. അതിന് പിന്നിൽ സാത്താനായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. സർവശക്തനായ ദൈവത്താൽ അതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിഞ്ഞതുപോലെ എന്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ എല്ലാവരും നിരാശയിൽ നിന്ന് പുറത്തു വരും. ഏറ്റവും വിശേഷിക്കപ്പെട്ട സന്തോഷം അനുഭവിക്കും. ഏറ്റവും വിശേഷിക്കപ്പെട്ട അനുഗ്രഹം അനുഭവിക്കും. എല്ലാ തരത്തിലും നിങ്ങൾ മാനിക്കപ്പെടും. ദൈവമായ കർത്താവ് നമ്മളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ഞാൻ അടുത്ത ഭാഗവുമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഞാൻ നോട്ടീസ് ചെയ്യാം, അത് ഏത് സമയമാണെന്ന് നോട്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും അതിന്റെ ഒരു ഇത് വരുമ്പോ, നോട്ടിഫിക്കേഷൻ വരുമ്പോ നിങ്ങൾ ഓർക്കണം. അതനുസരിച്ച് നിങ്ങൾ മാക്സിമം സമയം സ്പെൻഡ് ചെയ്യൂ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ പിന്നത്തേലായാലും നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ കയറി അത്യാവശ്യം ദൈവത്തിന്റെ ചിന്തകൾ കേൾക്കൂ. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. അപ്പോൾ ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടം സഹിച്ചാലും നിരാശപ്പെടുന്നില്ല. നിരാശപ്പെടാൻ പോയാൽ ജീവിതം തകർന്ന് തരിപ്പണമായി അവസാനിച്ചു പോകും. അതുകൊണ്ട് നിരാശയാകുന്ന സംഹാര ശക്തിയെ ഇന്നേ ദിവസം മുതൽ പുറത്താക്കി വളരെ വിശേഷിക്കപ്പെട്ട അനുഭവത്തിൽ നാം മുൻപോട്ട് പോകുന്നു.
ദൈവമായ കർത്താവ് നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി. ഇന്ത്യയിലുള്ളവർ ഗുഡ് നൈറ്റ്. മറ്റു രാജ്യങ്ങളിലുള്ളവർക്ക് എല്ലാവർക്കും നന്ദി. ദൈവമായ കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിലും നിങ്ങൾ എന്നെയും ഓർക്കണം, ഞങ്ങളെ ഓർക്കണം. ദൈവമായ കർത്താവ് എല്ലാ തരത്തിലും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ സാന്നിധ്യം കൂടിയിരിക്കും. വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതുവരെ നമ്മൾ ശരീരം കൊണ്ട് ദൂരസ്ഥരെങ്കിലും നമുക്ക് ആത്മാവ് കൊണ്ട് ഒരുമിച്ചായിരിക്കാം. പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവരെയും എനിക്ക് ആത്മാവിൽ ഓർക്കുവാനും നിങ്ങളോട് നന്ദി പറയുവാനും ഉറപ്പായിട്ടും കഴിയും. നിങ്ങളോർത്ത് പ്രാർത്ഥിക്കുവാൻ വളരെ സന്തോഷമാണ്. ശേഷവും കേൾക്കുവാൻ പോകുന്നവർക്കും പ്രാർത്ഥിക്കുവാൻ വളരെ സന്തോഷമാണ്. ദൈവമായ കർത്താവ് നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.